എൻ്റെ ഭാര്യ എന്നെ കട്ടിലിൽ കിടക്കാൻ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഒരു നായെപ്പോലെ മാറ്റി നിർത്തിക്കൊണ്ടൊരു സംരംഭം വന്നപ്പോഴാണ് ഇപ്പോൾ വനംവകുപ്പിൻ്റെ ഇപ്പോഴത്തെ പോക്ക് അത്ര നല്ല പോക്കല്ല. ഇതിനകത്ത് ഒന്ന് രണ്ട് സിസ്റ്റങ്ങൾ വളരുന്നുണ്ട്. അത് മുളയിലെ നുള്ളിയില്ലെങ്കിൽ ഇതെല്ലാം നശിക്കും എന്നുള്ളതാണ് യാതൊരു സംശയമില്ല. സ്വന്തം മക്കളെ കാലി തൂക്കിയടിക്കുന്ന അമ്മമാർക്കും സ്വന്തം എന്താ പറയുക അച്ഛനെയും അമ്മയും തല്ലുന്ന മക്കളുള്ള കാലഘട്ടത്തിൽ ആരോടാണ് ബാധ്യത? ടോട്ടൽ എത്ര ഇതുവരെ കടികൾ കിട്ടിയിട്ടുണ്ട്? കടിയൊക്കെ 5000-ന് മുകളിൽ ടോട്ടൽ നോർമലി അല്ല, സാധാരണ എല്ലാം കൂടി. എന്ത് പാമ്പ് കാട്ടിക്കൊണ്ടുവന്നത് പാമ്പ് ബസ്സിൽ കയറി തിരുവനന്തപുരത്ത് വരിക. അത് പറഞ്ഞേക്കുന്ന അതിൻ്റെ അടി കമൻസ് എന്താണെന്ന് പറയാം. 5 മിനിറ്റ് കൊണ്ട് രാജവമ്പലെ പിടിച്ചു. 1.5 മണിക്കൂർ എടുത്താൽ ചാവറായ രാജവമ്പലെ പിടിക്കാൻ. പൈസ തരാനായിട്ട് പോലും മടി കാണിച്ച് ദൂരെ നിന്ന് കയ്യിൽ പൈസ ഞാൻ ഷേക്കൻ കൊടുക്കാൻ ഇങ്ങനെ കൈ കൊടുക്കാൻ പൈസ പെട്ടെന്ന് പുള്ളിക്കാരൻ കൈ ഇങ്ങനെ വലിച്ചിട്ട് എൻ്റെ കയ്യിലേക്ക് ഇങ്ങനെ നോക്കുന്നതാണ്ടാവും. അപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞാൽ ഉടനെ വാവാ സുരേഷിനെ പൂട്ടണം. പ്രൈം പോർട്സിന്റെ പ്രൈം ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങളോടൊപ്പം അതിഥിയായിട്ടുള്ളത് കേരളത്തിലെ അതിഥികളുടെ സ്വന്തം കൂട്ടുകാരൻ, കേരളത്തിന്റെ സ്വന്തം സ്നേക്ക് മാസ്റ്റർ വാവാ സുരേഷാണ്. സുരേഷ് ചേട്ടാ നമസ്കാരം. അപ്പോൾ ചേട്ടാ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ? നല്ല വിശേഷം. ആദ്യമേ നിങ്ങളുടെ അടുത്ത് ക്ഷമ ചോദിക്കുന്നു. കാരണം ഞാൻ ഇന്നലെ നിങ്ങൾക്ക് ടൈം തന്നിരുന്നു. ഇന്നലെ എനിക്ക് നിങ്ങളുടെ അടുത്ത് പരിപാടി പങ്കെടുക്കാൻ കഴിഞ്ഞിരുന്നു. നല്ല തിരക്കായിരുന്ന സമയമായിരുന്നു. അതുമാത്രമല്ല ഇന്ന് രാവിലെ നിങ്ങൾക്ക് 11 മണിക്ക് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ 11 മണിക്ക് എൻ്റെ പെട്ടെന്ന് എൻ്റെ അനിയത്തിക്ക് സുഖമില്ല. ഞാൻ ഹോസ്പിറ്റലിൽ അനിയത്തിയെ കൊണ്ട് പോയിരിക്കുകയാണ്. ഇത്രയും താമസിച്ചത്. എല്ലാ തരത്തിലും സുഖമൊന്നും പറയുന്നില്ല, എന്നാലും സുഖം. സത്യം പറഞ്ഞാൽ ഒരുപാട് സങ്കടം നിറഞ്ഞ ഒരു സമയമാണല്ലോ ഇപ്പം നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട്. സങ്കടമേ ഉള്ളൂ. കാരണം വെച്ചാൽ എത്ര കുഞ്ഞു മക്കൾക്ക് പാമ്പടിയിട്ട് മരണപ്പെടുന്നത്. പക്ഷേ അതിലൊരു കുഴപ്പമുള്ളതെന്നറിയാം, അറിയാത്ത എത്ര മരണം നടക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയാമോ? പാവപ്പെട്ട കുട്ടികൾക്ക് പാമ്പടിയേറ്റ് കുട്ടികൾ മാത്രമല്ല, എല്ലാം ജീവൻ തന്നെയാണ്. പക്ഷേ ഈ ചില സ്ഥലങ്ങളിലുള്ള വാർത്തകൾ മാത്രമേ വരുന്നുള്ളൂ എന്നുള്ളത്. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ എത്രയോ അറിയപ്പെടാത്ത ആൾക്കാർ പാമ്പടിച്ച് മരണപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ വന്നുകൊണ്ട് കാര്യമില്ല അമ്മ മരിച്ചത് നമ്മൾ വാർത്തയിൽ വന്നു. എന്നാൽ ഈ കുറച്ച് ആളുകൾക്ക് മുന്നേ ഒരു ചെറുപ്പക്കാരെ ഒരു പ്രിയപ്പെട്ട അമ്മ കോരാണിയിൽ പാമ്പടിയിട്ട് മരിച്ചു. ആരറിഞ്ഞു? എന്ത് വാർത്തയായി? പകൽ റോഡിൽ കൂടെ നടന്നു പോകുമ്പോൾ കടിയേറ്റി മരണപ്പെട്ടു. അവർ ആരെങ്കിലും പറഞ്ഞു? ഇങ്ങനെ എത്ര കേസാണ് ഉള്ളത്? അതുപോലെ നിങ്ങൾക്ക് അറിയാമോ? നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ നമ്മുടെ പ്രേക്ഷകർക്ക് ശ്രോതാക്കൾക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ട്. കാരണം എന്തറിയാം, ഈ നമ്മുടെ നാട്ടിൽ ഒരുപാട് പാമ്പ് കടി കേൾക്കുന്നു പറഞ്ഞു. നമ്മുടെ ഒരു തമാശ ഉണ്ട് ഇതിനകത്ത്. എന്താണെന്നറിയാം, നമ്മുടെ വനംവകുപ്പിൻ്റെ ഞാൻ പറഞ്ഞില്ല, വനംവകുപ്പിൻ്റെ ഒരു ടീം ഒരു പാമ്പിൻ്റെ ഒരു പോളിസിയായിട്ട് 0 ബൈറ്റ് പോളിസി, അതായത് പാമ്പ് പിടുത്തക്കാർക്ക് കടിയില്ലാത്തൊരു പോളിസി എന്ന് പറഞ്ഞിട്ട് സംഭവം തുടങ്ങിയിട്ടുണ്ട്. ആ സംഭവത്തിൽ വന്നതിന് ശേഷം ഇപ്പോൾ എനിക്ക് കടിയിട്ടെന്ന് പറഞ്ഞാൽ ഇവരെല്ലാം ആഘോഷിക്കുന്നു. ഈ സാധനം തുടങ്ങിയതിന് ശേഷം ഈ കഴിഞ്ഞ മെനിങ്ങാന്ന് വണ്ടൂർ കടികിട്ടിയത് ഉൾപ്പെടെ 128 പേർക്ക് കടികിട്ടി. ആരെങ്കിലും അറിഞ്ഞോ? 2 പേർക്ക് രാജവമ്പല കടികിട്ടി. കൊല്ലം ജില്ല അഞ്ചലിൽ ഹേമന്തിന് കടികിട്ടി. രാജവമ്പല കടിയേറ്റ് ചാക്കിൽ സഞ്ചിയിലൂടെ കടിച്ച് പാവപ്പെട്ടവൻ ചെറുപ്പക്കാരൻ ഹോസ്പിറ്റൽ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നലെയും അറ്റ് എ ടൈം തന്നെ 3 സ്ഥലങ്ങളിലാണ് നിനക്ക് പാമ്പിന്റെ കടിയേറ്റെന്ന് പറഞ്ഞിട്ട് ന്യൂസ് വന്നത്. ഇന്ന് രാവിലെയും ഒക്കെ ആയിട്ട് ഇതേ ഉള്ളൂ. ഇപ്പോൾ പാമ്പ് കടിയുള്ളൂ. കാരണം വെച്ചാൽ ഞാൻ ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് ഉറപ്പായിട്ട് പറഞ്ഞു. എന്നെ ഇനി ആരും കണ്ടില്ലെന്ന് പറഞ്ഞാൽ കണ്ടുള്ളൂ പറഞ്ഞാൽ എനിക്കൊരു പ്രശ്നമില്ല. പാമ്പ് കടി കേൾക്കുന്നതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ പാമ്പിന് നമ്മുടെ നാട്ടിൽ നിങ്ങളൊന്ന് അന്വേഷിക്കണം. ഇപ്പോൾ തിരുവനന്തപുരം സിറ്റി പോലുള്ള സ്ഥലങ്ങളിൽ മൂർഖൻ പാമ്പുകൾ, എൻ്റെ 39 വർഷം സർവീസിലുണ്ട് സിറ്റിക്കകത്ത് എനിക്ക് മൂർഖൻ പാമ്പിനെ കിട്ടിയിട്ടില്ല. വണ്ടിയിൽ അങ്ങനെ ഒരെണ്ണം അങ്ങനെ കിട്ടിയില്ല. ഇപ്പോൾ നിങ്ങൾ നോക്കുള്ളൂ തിരുവനന്തപുരം വഴുതക്കാട് മേഖല അവിടെയൊക്കെ പാമ്പുകളുടെ താഴ്വര. കുഞ്ഞ് പാമ്പുകളില്ലാത്ത സ്ഥലത്ത് എങ്ങനെയാണ് വലിയ പാമ്പ് വരുന്നത്? ഇത് എവിടെ നിന്ന് ആരെങ്കിലും അന്വേഷിക്കുന്നുണ്ട്? ഇത് എങ്ങനെ വരുന്നെന്ന് ആരെങ്കിലും അന്വേഷിക്കും? ഇപ്പോൾ എന്താ പറയുക, നമുക്ക് പാമ്പ് കൊടുത്തക്കാരെ കാരണം വെളിയിറങ്ങാൻ പോയി കാല് തട്ടി വീഴുന്നൊരവസ്ഥയാണ്. ആരാണ് പിടിച്ചുകൊണ്ട് പോകുന്നത്, എവിടെയാണ് കൊണ്ടുവിടുന്നതെന്ന് എന്തെങ്കിലും ഒരു കണക്കുണ്ടോ? അതെ, ഒരു സ്ഥലത്ത് നിന്ന് പിടിച്ച് മറ്റൊരു സ്ഥലത്ത് കൊണ്ട് ചിലപ്പോൾ ആക്കി വിടുമായിരിക്കും ചെയ്യുന്നത് അല്ലേ? കേസിലുണ്ട്. അത് നിങ്ങൾ പറഞ്ഞ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് കേസ്. ഞാൻ ഇപ്പോൾ ഇതിനോടൊപ്പം ചേർത്ത് സംശയം ചോദിക്കുകയാണ്. നമുക്ക് എൻ്റെ വീട്ടിൽ കഴിഞ്ഞ ഒരു 2 മാസം മുമ്പേ ഒരു വീട്ടിൻ്റെ ഷെൽഫിനകത്ത്, അടുക്കളയുടെ ഷെൽഫിനകത്ത് ഒരു മൂർഖൻ പാമ്പ് കയറിയിരിക്കുന്ന അവസ്ഥ ഉണ്ടായി. ഹൈറ്റിൽ വീട്ടിനകത്ത് ആ വീഡിയോ എടുത്തിട്ട് ഭയങ്കര വൈറലൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ ചേട്ടനെ വിളിച്ചു, പക്ഷേ കിട്ടിയില്ല. അന്ന് നമ്പർ തിരക്കൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ ഫോറസ്റ്റിനാണ് ഞാൻ ആദ്യം വിളിച്ചത്. ഫോറസ്റ്റ് വകുപ്പുകാരെ എനിക്ക് വേറൊരാളുടെ നമ്പർ വന്നു, അവർ ത്രൂ വേറൊരാളുടെ നമ്പർ വന്നു. എന്നിട്ട് വീട്ടിൽ വന്ന് പാമ്പ് പിടിച്ചു. ഒരു എമൗണ്ട് നമ്മളിന്ന് പൈസ വാങ്ങിക്കുകയും ചെയ്തു. എത്രയാണ് വാങ്ങിയത്? ഏകദേശം 2500 രൂപ 3000 രൂപ അടുപ്പിച്ച് ആൾ വാങ്ങിക്കുക. അപ്പോൾ ഫോറസ്റ്റ് വകുപ്പിനെ വിളിക്കുമ്പോൾ അവരുടെ ഉത്തരവാദിത്വം അല്ലേ നമ്മളെ സംരക്ഷിക്കുക എന്നുള്ളത്? അവരല്ലേ ഇത് പിടിക്കേണ്ടത്? ഇല്ല, സത്യം പറഞ്ഞാൽ ഇത് റീസെൻ്റ്ലി ഈ സാധനം എന്ന് പറഞ്ഞാൽ പണ്ട് ഇത്രയും പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ പാമ്പ് പിടുത്തക്കാർ ഒത്തിരി പേരുണ്ട്, ഒത്തിരി പേരുണ്ടോ. ഞാനൊക്കെ എൻ്റെ ജീവനും ജീവിതം എല്ലാം കളഞ്ഞിട്ടാണ് ഇതിൻ്റെ പിറകെ നടന്നത്. അങ്ങനെ ഒത്തിരി പേരുണ്ട്. പക്ഷേ അവരെയൊക്കെ ഒരു നായെപ്പോലെ മാറ്റി നിർത്തിക്കൊണ്ടൊരു സംരംഭം വന്നപ്പോഴാണ് ഇപ്പോൾ ഇതൊരു അഴിമതിയായി മാറി. ഇതൊരു അഴിമതി. ഒരു സാധനത്തിൻ്റെ പേര് എന്താണ്? സർപ്പ എന്നൊരു പേര്. എന്താണ് അതിൻ്റെ അർത്ഥം? സർപ്പ എന്നൊരു പേര്. ഈ സർപ്പ എന്ന് പറഞ്ഞാൽ ആ സാധനത്തിൻ്റെ ഓണർ ആരാണ്? പബ്ലിക് സെക്ടറിന് കൊടുത്തിരിക്കുമായിരിക്കും. അതല്ലേ നിങ്ങൾ അന്വേഷിക്കേണ്ടത്. ഒരു വ്യക്തിയുടെ പേരിലാണെന്നേ. ആ വ്യക്തിയുടെ പേര് ഞാനൊരു ചാനലിൽ പറഞ്ഞതിൻ്റെ പേരിൽ എന്നെ ആ വ്യക്തി വിളിച്ചില്ല. കൗമുദിയുടെ പ്രൊഡ്യൂസർ വിളിച്ച് 38 മിനിറ്റ് സംസാരിച്ചിരിക്കുന്നു.
38 മിനിറ്റ്. എന്തിനാ അദ്ദേഹം വിളിച്ചത്? അദ്ദേഹത്തിൻ്റെ പേരിലല്ല എങ്കിൽ അതെന്തിനാലും ബാധകല്ലേ? പിന്നെ എന്തിനാ അദ്ദേഹം വിളിച്ചത്? എന്തിനാ അദ്ദേഹത്തിൻ്റെ പേരും അദ്ദേഹം വിളിക്കേണ്ട കാര്യം എന്താണ്? എന്നെ വിളിച്ചില്ലല്ലോ, പുള്ളി വിളിച്ചു. എന്താണ് സംബന്ധിച്ച് ഇത് നിങ്ങളൊരു കാര്യം എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കണം. ഇങ്ങനൊരു സാധനം സർക്കാരിനില്ല. വാട്ടീസ് വരെയിട്ട് ഞാൻ പറയും, ഇങ്ങനൊരു സാധനം സർക്കാരിനില്ല. സർക്കാരിനില്ലാത്തൊരു സാധനത്തിൽ സർക്കാരിൻ്റെ എംബളം വയ്ക്കാൻ അവർക്ക് ആരാണ് പെർമിഷൻ കൊടുത്തത്? ഒരു പ്രൈവറ്റ് പേഴ്സണ് കൊടുത്ത് അവർ നടത്തുന്ന ഒരു ആപ്പ് തന്നെയായിരിക്കും അപ്പോൾ ഇത്. ആപ്പ് ബിസിനസ്. നിങ്ങൾക്കറിയാമോ ഒരു രഹസ്യം എന്താണെന്നുള്ളത്? ഈ കഴിഞ്ഞ ഈ സാധനങ്ങളെല്ലാം നമ്മുടെ കേരളത്തിൽ സമ്പൂർണ്ണ വിജയം എന്ന് പറഞ്ഞിട്ട് പ്രചരിപ്പിച്ചുകൊണ്ട് ഈ ആപ്പിനെ കോടിക്കണക്കിന് രൂപയ്ക്ക് തമിഴ്നാടിന് വിൽക്കാൻ വേണ്ടി എഗ്രിമെന്റ് ആയതാണ്. അപ്പൊ ഈ ആപ്പ് ത്രൂ പിടിക്കുന്ന പാമ്പുകളെയും ചിലപ്പോൾ അവര് ഫോറസ്റ്റിലായിരിക്കുമല്ലോ ഉണ്ടാക്കുന്നതല്ലേ? ഞാൻ പറഞ്ഞു, ഇപ്പൊ അവര് എത്ര പേരാണ് ഇതിൽ പിടിക്കുന്നത്? ബാക്കിയുള്ള പുറത്തുള്ള ആൾക്കാർ, ലോക്കൽസിന് പുറത്തുള്ള ആൾക്കാർ പിടിക്കുന്നത്. അവർ പിടിക്കുന്നതെല്ലാം ഇവിടെ കൊണ്ടുവന്ന നിർബന്ധമുണ്ടോ? അവർ പിടിക്കുന്നത് അവർക്ക് പറഞ്ഞ വഴിക്ക് റിലീസ് ചെയ്യുക. അങ്ങനെ ഒരുപാട് പരാതികളുണ്ട്. ഇപ്പോൾ ആക്കുളത്ത് ഞാനൊരു 2.5 മാസം എന്താ പറയുക, നമ്മുടെ ഒരുപാൽക്കോട്ട എന്നുള്ള സ്ഥലത്ത് ആ കാട്ടിൻ്റെ ഇവിടെ പോയി കിടന്നു. നമ്മളൊക്കെ വിടാറുണ്ട് പാമ്പുകളെ. ഇപ്പോൾ ചേര നീർക്കൊരു വനമില്ലാത്ത പാമ്പുകളൊക്കെ നമ്മൾ പറഞ്ഞ വഴിക്ക് ഉള്ള തോട്ടിൽ അവർക്ക് ജീവിക്കാൻ പറ്റിയ സ്ഥലത്ത് നമുക്ക് വിടാറുണ്ട്. അതൊക്കെ സ്വാഭാവികമാണ്. ഇപ്പോൾ അല്ലെങ്കിൽ ഒരു പാമ്പിന് ഇപ്പോൾ നമ്മളെവിടെയെങ്കിലും പിടിച്ചു, ഇഞ്ചോടെ പറ്റിപ്പോയി, വണ്ടി കയറി, അല്ലെങ്കിൽ എന്തെങ്കിലും അപ്പോൾ ആളുകൾ മണ്ണെണ്ണ ഒഴിച്ച് ചത്തു എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയും വിട്ടാൽ നമുക്ക് പ്രശ്നം വരും. ആളില്ലാത്ത സ്ഥലത്ത് എവിടെയും കായലിൻ്റെ തീർത്ത് വിട്ട പ്രശ്നം വന്നാൽ അത് അവിടെ കിടന്ന് മരിച്ചു പോകത്തേ ഉള്ളൂ. ഇതൊന്നും ജീവിക്കത്തില്ല. ഈ മണ്ണെണ്ണയൊക്കെ ദേഹത്ത് കൊണ്ട സാധനങ്ങളൊന്നും ജീവിക്കത്തില്ല. ഇതെല്ലാം മരിച്ചു പോകും. ഇപ്പോൾ വണ്ടി കയറിയ സാധനം ഒരു 2-3 മണിക്കൂർ ജീവിക്കും. അത് എവിടെയെങ്കിലും കൊണ്ടുവരും, അത് അവിടെ ഇരുന്ന് അങ്ങ് സമാധിയാവും, മരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന പ്രശ്നം. ഇത് അങ്ങനെയല്ലെന്നേ. ഇത് ഏതെങ്കിലും പറമ്പുകൾ വിടും. നിങ്ങൾ ചിന്തിച്ചാൽ മതി, ഇത്രയും പാമ്പ് കേരളത്തിൽ എവിടെ നിന്ന് വരുന്നു? അതെ അതെ അതെ. എങ്ങനെ വരുന്നു? എന്ത് പാമ്പ് കാട്ടിക്കൊണ്ടുവരുന്നത്? പാമ്പ് എന്താ ബസ്സിൽ കയറി തിരുവനന്തപുരത്ത് വരിക, അല്ല ബസ്സിൽ കയറി സിറ്റിയിൽ വരിക? ഇതൊക്കെ ചുമ്മാ ഒരു തട്ടിപ്പായി മാറിക്കൊണ്ടിരിക്കുന്നത്, ജനങ്ങളെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത്രയും വർഷം സ്വന്തം ജീവൻ പോലും പണയം വെച്ച് ചേട്ടൻ പാമ്പുകളെ പിടിച്ചിട്ടും സത്യം പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്ന് വേണ്ട രീതിയിലൊരു ബഹുമതി ഇതുവരെ കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നില്ലേ? എന്നെ സത്യം പറഞ്ഞാൽ എന്നെ അടിക്കാതെ വിട്ടാൽ മതി. എന്നെ ദേവോദ്രവം ചെയ്തായിരുന്നു. ഞാൻ എവിടെയെങ്കിലും കൂലിപ്പണി എങ്ങനെ ചെയ്ത് ജീവിച്ചില്ല. ഇപ്പോൾ ഈ ആ കണക്കിനാണ് ഇപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത്. ഒരുപാട് പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ചേട്ടൻ ഇപ്പോൾ ഒരു സ്ഥലത്ത് പോയി പാമ്പിനെ പിടിക്കുന്ന ഒരു പൈസയൊന്നും പ്രതീക്ഷയൊന്നുമല്ല, ഈ പറയുന്ന ഒരു സാമൂഹ്യ സേവനം പോലെ സ്വന്തം ജീവൻ പണയം വെച്ച് ചെയ്യുന്നതാണെന്നാണ് എനിക്കറിയാൻ സാധിച്ചത്. ഞാൻ അങ്ങനെ ഇതുവരെ ഈ സംഭവം കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഇത് ബിസിനസ്സായി മാറി. പിന്നെ ഇതിനൊരു പ്രത്യേകം എന്നറിയാം. ഇപ്പോൾ സാധാരണ നമ്മൾ പാമ്പിനെ പിടിക്കാൻ വരുന്ന ഒരാൾ 1000-500 രൂപ 1000 രൂപ ചോദിച്ചാൽ വാങ്ങിച്ചൊന്നും തെറ്റില്ല. കാരണം ഒരു വണ്ടി കൂലി അല്ലെങ്കിൽ അവൻ്റെ ഒരു ചിലവ്, കാരണം ഇവർക്കൊക്കെ ഭാര്യയും മക്കളും ഒക്കെ ഉള്ളതാണ്. അതിപ്പോൾ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഒരു കൂലിപ്പണിക്കാരനായിരിക്കാം, അല്ലെങ്കിൽ ഒരു മേശരി പണിക്കാരനായിരിക്കാം, അല്ലെങ്കിൽ ഒരു തെങ്ങ് കയറ്റക്കാരനായിരിക്കാം, അല്ലെങ്കിൽ ഒരു പശുവിന് പാൽ ഇറക്കാൻ പോകുന്ന ആളായിരിക്കും, അല്ലെങ്കിൽ വെൽഡർ ആയിരിക്കും. ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരാണ് ഇതിൽ കൂടുതൽ 90-80% പേരുള്ളത്. പിന്നെ എ സിയിലിരുന്ന് കറങ്ങുന്ന കുറേ പേരുണ്ട്. അവർക്ക് ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. അവർക്ക് പല രീതിയിലുള്ള വരുമാനങ്ങളുണ്ട്. ഇപ്പോൾ തന്നെ എന്താ പറയുക കുറേ ആൾക്കാർക്ക് പ്രൈവറ്റ് ജോലി ചെയ്യുന്ന ആൾക്കാർ ഇതിലേക്ക് പുതിയ തലമുറ വന്നിട്ട് കുറച്ച് ആൾക്കാർ വന്നിട്ട് അവർക്ക് പ്രശ്നം, അവരുടെ സമയം കഴിഞ്ഞിട്ടാണ് ഇത് പോകുന്നത്. അവർ ഡ്യൂട്ടി കഴിഞ്ഞിട്ടാണ് പാമ്പിനെ പിടിക്കാൻ പോകുന്നത്. അല്ലാതെ അവിടെ പോയി ഒപ്പിട്ടിട്ട് ഞാൻ പാമ്പിനെ പിടിക്കാൻ പോകുന്നവർക്ക് ഒരിക്കലും ഒരു ഓഫീസിൽ നിന്ന് ഇറങ്ങി പോകാൻ പറ്റില്ല. അവർ പോകുന്നുണ്ട്. ഇത് എന്ന് പറഞ്ഞാൽ ഇതെന്താ പറയുക, ഇപ്പോൾ ഞാനൊക്കെ 39 വർഷം കൊണ്ട് ഏകദേശം 50,000-ത്തിനടുത്ത് പാമ്പുകളെ പിടികൂടി, ഏകദേശം 5000-ഓളം കടികൾ വാങ്ങി, ഏകദേശം 450. ഇതൊരു വലിയ സംഭവം ഒന്നുമല്ല. ഞാൻ അവയർനെസ് ക്യാമ്പിൻ്റെ ഇടയിലാണ് കടികൾ വാങ്ങുന്നത്, കടികളെ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ വേണ്ടി. അതിൽ പോലും എനിക്ക് മനസ്സിലായത്തോളം ചേട്ടാ ഇത്രയും കഷ്ടപ്പെട്ട് പിടിച്ച പാമ്പുകളെയൊക്കെ പിന്നെ പാമ്പുകൾ വെച്ച് കളിപ്പിക്കുന്നു, ഷോഫ് കാണിച്ചിട്ടാണ് പറ്റിയെന്നൊക്കെ പറഞ്ഞ് ചേട്ടനെതിരെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ അവർ പടച്ചുവിടാനായിട്ട് ശ്രമിക്കുന്നതൊക്കെ തോന്നിയിട്ടുണ്ട്. ടീമുണ്ടെന്ന് കേരളത്തിൽ. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, എനിക്കൊരു കടി കിട്ടി, എനിക്ക് കോട്ടയത്ത് വെച്ചൊരു കടി കിട്ടി, സീരിയസ് ആണ്. അപ്പോൾ ഒരു ഓഫീസർ വന്ന് ഒരു ചാനലിൻ്റെ മുന്നിൽ ഒന്ന് അങ്ങ് തകർത്തിറക്കായിരുന്നു. ഞാൻ സീരിയസ് ആയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ മനഃപൂർവ്വം കടി വാങ്ങിച്ചു എന്നുള്ള രീതിയിലാണ് വെള്ളട്ടി കിടക്കായിരുന്നു ആ സമയത്ത്. എന്നാൽ ഇന്ന് ഈ പറഞ്ഞ വ്യക്തി ട്രെയിനിങ് കൊടുത്ത ആൾക്കാർക്ക് 128 കടി കിട്ടി. ഫുൾ ഡീറ്റെയിൽസ് എൻ്റെ ഉണ്ട്, ഫോട്ടോ ഉൾപ്പെടെ എൻ്റെ ഉണ്ട്. ഈ പുള്ളിക്കാരൻ്റെ കേസ് എടുക്കേണ്ടതാണ്. എന്താണെന്ന് അറിയാമോ? പുള്ളിക്കാരൻ്റെ സോഷ്യൽ മീഡിയയിൽ ഒരാൾ വന്ന് ഇയാളൊരു ക്ലാസ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പുള്ളിക്കാരൻ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഇയാൾ ഈ എന്താ പറയുക കുന്തത്തിൽ ഒരു വളഞ്ഞ കുന്തത്തിൽ ഇങ്ങനെ സാധനം കയറ്റി ആ പാവപ്പെട്ട നേരെ ഇങ്ങനെ കൊണ്ടുപോകുന്നു, അയാൾ ഓടിപ്പോകുന്നു. അതൊക്കെ അയാളെ കൊല്ലാൻ ശ്രമിക്കുന്നതിനെതിരെ കേസ് എടുക്കണ്ടേ അതിൻ്റെ പേരിൽ? അതിനൊക്കെ ഈ സംഘടനകളൊന്നും നാട്ടിൽ സംഘടനകളില്ലേ? അത് ഞാൻ വേറൊരു പരിപാടി, മെനിഞ്ഞാന്ന് ഞാൻ വേറെ പരിപാടി എൻ്റെ വീഡിയോയിൽ കിടപ്പുണ്ട്. പുള്ളിക്കാരൻ ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് ക്ലാസ് എടുക്കുന്നു. ഈ പുള്ളിക്കാരൻ ട്രെയിനിങ്ങിന് വീഡിയോയ്ക്ക് വേണ്ടി ഷോ ചെയ്യുന്നു. വീഡിയോയ്ക്ക് വേണ്ടി ഇങ്ങനെ ഷോ ചെയ്തുകൊണ്ട് സമയത്ത് പുറകിൽ ട്രെയിനിങ് കൊടുക്കുന്ന പിള്ളേരിക്കുന്നു. ആ ട്രെയിനിങ് കൊടുത്ത ആളിങ്ങനെ ബാക്കിലോട്ട് വേണ്ടി വരുമ്പോൾ ഇയാളും ഇത് കാണുന്നില്ല. ഈ പാമ്പിനെ അയാൾ ബാക്കിലോട്ട്, ആ മറ്റേ ചെറുപ്പക്കാരൻ്റെ കാലിൻ്റെ ഉപ്പൂറ്റിയുടെ അടുത്ത് വരെ പാമ്പ് എത്തിയെന്നുള്ളതാണ്. ഒരു കണ്ടില്ല എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. മാത്രമല്ല യഥാർത്ഥത്തിൽ വനം വകുപ്പല്ല, കേന്ദ്ര വൈൽഡ് ലൈഫ് ഇവരുടെ പേരിൽ കേസെടുക്കണം. കാരണം എന്താണെന്ന് അറിയാമോ? ഞങ്ങൾക്ക് ഒരു പാമ്പിനെ ഒരു പ്രാവശ്യം പിടിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ 2 പ്രാവശ്യം പിടിക്കുന്നുള്ളൂ. ഇത് ഒരു പാമ്പിനെ കൊണ്ട് 150 പേരെ കൊണ്ട് പിടിപ്പിക്കുകയാണ്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ചേട്ടൻ ഒരു സ്ഥലത്ത് നിന്ന് ഒരു പാമ്പിനെ പിടിക്കുന്ന സമയത്ത് അവിടെയുള്ള ആളുകൾക്ക് അത് കാണാനുള്ള ഒരു ക്യൂരിയോസിറ്റിയെ പുറത്ത് ചോദിക്കും, നോക്കും. അത് സർവ്വസാധാരണ തന്നെയാണ്, അവകാശമാണെന്നേ. അതെ അതെ. ഇപ്പം നമ്മൾ പിടിച്ചോ ഇല്ലേ എന്നുള്ളത് കാണിക്കണം ബാക്കിയുള്ളവരൊന്നും. എന്ത് പാമ്പാണെന്ന് അവർക്ക് അറിയണ്ട. അത് മാത്രമല്ല അവരുടെ വീട്ടിൽ വന്നൊരു സാധനത്തിന് അവരെ കാണിക്കാൻ പാടില്ലെന്ന് പറഞ്ഞാൽ എവിടുത്തെ നിയമമാണ്? അതെ അതെ. ഇപ്പോൾ കാട്ടിനകത്ത് ഓക്കെ, കാട്ടിനകത്ത് ഒരു മൃഗം നിൽക്കുന്നു, മരണാവസ്ഥയിൽ നിൽക്കുന്നു, അല്ലെങ്കിൽ അവന് എന്തെങ്കിലും അസുഖമായിട്ട് നിൽക്കുന്നു, നമ്മൾ ഫോട്ടോ എടുത്താൽ നമ്മൾ അവരുടെ കേസ് എടുക്കാം വേണമെങ്കിൽ. ഇപ്പോൾ ഒരു സ്ഥലത്ത് രഹസ്യമായിട്ട് ഈ പാമ്പിനെ പിടിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ പൈസ ഇല്ലാത്ത പൈസ വാങ്ങിക്കുക അല്ലെങ്കിൽ പറയുക ചെയ്യാം. അതുണ്ടോ ഇല്ലെന്ന് അറിയാൻ നമ്മൾ ഒരൊറ്റ
ഒറ്റ ചോദ്യമാണ്. ആ ചോദ്യം പൂർണ്ണമാക്കും എന്നിട്ട് പറയാം. അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും ആ പാമ്പിനെ പിടിച്ച് നമ്മൾ പിടിച്ചു എന്നുള്ളത് അവരെ കാണിക്കുക എന്നുള്ളത് ഉത്തരവാദിത്വം തന്നെയാണ്. അവരുടെ മൊബൈലിൽ ഫോട്ടോ എടുക്കാൻ അവന് അവകാശമുണ്ട്. അത് എടുക്കണ്ടെന്ന് പറഞ്ഞാൽ ആർക്കാണ് അവകാശമുള്ളത്? ഇവിടെ പറയുന്നത് എന്താണ്? വന്നുണ്ടെങ്കിൽ അവരെ ഭീഷണിപ്പെടുത്തും, മാറ്റിയെടുത്ത്. എന്താണെന്ന് അറിയാം, എടുക്കേണ്ടെന്ന് പറഞ്ഞാൽ നീ കാണിക്കുന്ന വൃത്തികേടുകൾ പുറത്ത് പോകാതിരിക്കാൻ വേണ്ടി, അവരെങ്ങനെയാണ് പിടിക്കുന്നതെന്ന് പുറത്ത് പോകാതിരിക്കാൻ വേണ്ടി. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ അടുത്ത കാലത്ത് നമ്മുടെ ഒരു പ്രിയപ്പെട്ട ഒരു വ്യക്തി ഒരു രാജവമ്പല കാട്ടിനകത്തുനിന്ന് പിടിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. വീഡിയോ എടുത്ത് പുള്ളിക്കാരത്തി ഭയങ്കര വൈറലായി. പുള്ളിക്കാരത്തി കാട്ടിനകത്താണ് പാമ്പിനെ പിടിക്കുന്നത്. കൊടും കാട്ടിനകത്ത് അവിടുന്ന് പിടിക്കേണ്ട കാര്യം എന്താണ്? അതായത് അതിന്റെ ആവാസ വ്യവസ്ഥ എവിടെയാണ്, അവിടെ പോയി അതിനെ പിടിക്കേണ്ട ആവശ്യമില്ല. പിടിച്ച് വീഡിയോ എടുത്ത് വെളിയിലിട്ടിരിക്കുന്നു. അത് പറഞ്ഞേക്കണം. അതിൻ്റെ അടി കമൻസ് എന്താണെന്ന് പറയാം. 5 മിനിറ്റ് കൊണ്ട് രാജവമ്പലെ പിടിച്ചു. 1.5 മണിക്കൂർ എടുത്ത് ആ ചാവറായ രാജവമ്പലെ പിടിക്കാനായിട്ട് 1.5 മണിക്കൂർ എടുത്ത്. അതവിടെ നിൽക്കട്ടെ. ഇവിടെ നമ്മളൊക്കെ ഒരുപാട് എന്താ പറയുക, പറയുമ്പോൾ ഭയങ്കര മൃഗസ്നേഹികളാണ് പാമ്പിനെ പിടിക്കുന്നത്. പക്ഷേ പാമ്പിനെ എന്താ പറയുക, തൊടാൻ പാടില്ല, പിടിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഞാൻ ഒരു വീട്ടിൽ ചെന്ന് പാമ്പിനെ പിടിച്ച് അവരെ ബോധവൽക്കരിച്ച് അവരോടൊപ്പം തമാശയൊക്കെ പറഞ്ഞ് കളിയൊക്കെ പറഞ്ഞ് അവരുടെ ഭീതിയൊക്കെ മാറ്റിയിട്ടാണ് ഞാൻ ആ വീട്ടിൽ നിന്ന് പോകുന്നത്. ഇപ്പം അങ്ങനെയല്ല. പാമ്പിനെ കൊന്നാൽ കേസെടുക്കും. നിങ്ങളെ വീട്ടിൽ വരുന്നൊരു സാധനത്തിന് ഒരു കടുവ തന്നെ നിങ്ങളെ ആക്രമിക്കാൻ വരുന്നത് നിങ്ങളെ കയ്യിൽ വെച്ച് നിങ്ങൾ എന്ത് സാധനം ഉണ്ടോ നിങ്ങളെ വീടിനകത്ത് നിങ്ങൾക്ക് നിങ്ങളെ രക്ഷപ്രകാരം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഒരു ചുണ്ണാമ്പ് മനുഷ്യനാണെങ്കിൽ പോലും അല്ലേ സ്വയരക്ഷയ്ക്ക് വേണ്ടി നിയമമാണ്. ഒരുത്തൻ നമ്മളെ കൊല്ലാനായിട്ട് ഇങ്ങനെ വരുമ്പോൾ നമ്മൾ നിന്ന് കൊടുക്കും, നെഞ്ച് പരിച്ച് നിന്ന് കൊടുക്കും. നമ്മളെ കയ്യിൽ കിട്ടുന്നത് നമ്മളും കയറ്റി കൊടുക്കും. ഇതാ സംഭവിക്കുന്നത്. ഇത് പ്രകൃതി നിയമം തന്നെയാണത്, മനസ്സിലായില്ലേ? അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ വീടിനകത്ത് പാമ്പിനെ ആരെങ്കിലും തലവറിനെ പറഞ്ഞാൽ തല്ലിക്കൊന്നാൽ കേസെടുക്കും. എങ്ങനെ കേസെടുക്കുക? അതൊരു ബിസിനസ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒറ്റ ഈ ആപ്പ് നല്ല എമൗണ്ടിൽ വിറ്റുകൊണ്ടിരിക്കുന്നത്. ഈ പോകുന്ന വീഡിയോസ്, ഇവരെടുക്കുന്ന വീഡിയോസ് എല്ലാം ഡൗൺലോഡ് ചെയ്യുന്നത് ഇതിൻ്റെ ഇൻകം ആർക്കാണ് പോകണമെന്നാണ് എൻ്റെ ചോദ്യം. യൂട്യൂബിൽ പോകുന്ന വീഡിയോക്കുള്ള ഇൻകം ആരെ പേരിലാണ് പോകുന്നത്? എനിക്കത് എൻ്റെ ചോദ്യമാണത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ കേരളത്തിൽ വനം വകുപ്പ് മന്ത്രി എന്നൊരു മന്ത്രി ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയാമോ? എൻ്റെ ചോദ്യമാണിത്. ഇവിടെ ആ ഒരു സാധനം ഇതാരാണ് ക്രിയേറ്റ് ചെയ്ത്, ആരാണ് എൻ്റെ പറയുന്നത്? ഒരു ചുക്ക് പറഞ്ഞുകൂടെ അവർക്കെന്ന് ആർക്കും അറിയില്ല. ഇതൊരു സാധനം ആരോ ക്രിയേറ്റ് ചെയ്ത് വലിയ സംഭവമായിട്ട് പറഞ്ഞു. അവൻ്റെ പുറകെ ഈ വ്യക്തിയുടെ ഈ ആപ്പിൻ്റെ ഓണറുടെ കയ്യിൽ നിന്നോ ആരുടെ കയ്യിൽ നിന്നോ ഇവർ ഫണ്ട് വാങ്ങിയിട്ടുണ്ടെന്നുള്ളതിന് യാതൊരു സംശയമില്ല. അല്ലാതെ ഒരിക്കലും ഇങ്ങനെ ആവില്ല. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഡ്രൈവിംഗ് പഠിക്കാൻ പോകുന്നു, സ്കൂട്ടറാണ് പഠിക്കുന്നത്, ബൈക്കാണ് പഠിക്കുന്നത്. നിങ്ങൾ ബൈക്ക് പഠിച്ചിട്ട് ലൈസൻസ് എടുക്കാൻ പോകുമ്പോൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ബൈക്ക് വീട്ടിൽ തന്നു വിടുമോ? ഇല്ല, ഒരിക്കലും. ഇത് കിറ്റ് 3000 രൂപയുടെ സർക്കാർ നമ്മളെപ്പോലുള്ളവൻ കരമടയ്ക്കുന്ന പൈസ എടുത്ത് 150 രൂപയുടെ സഞ്ചി വാങ്ങി 5 രൂപ 50 രൂപയുടെ ഒക്കെ കമ്പി മുളച്ച് കൊണ്ടുവന്നിട്ട് 3000 രൂപ സർക്കാരിൻ്റെ ഫണ്ട് പോകുന്ന ഒരു കിറ്റിന് 3000 രൂപ. ആയിരക്കണക്കിന് കിറ്റ് വാങ്ങിച്ചിരിക്കുന്നു. ഇത് വിജിലൻസ് അന്വേഷിക്കണ്ടേ? ഫോറസ്റ്റ് വിജിലൻസ് തീർച്ചയായിട്ടും അത് അന്വേഷിക്കേണ്ടതാണ്. ഇപ്പം നമ്മുടെ സുരേഷ് ഏട്ടൻ ചോദിച്ചതുപോലെ ഇതിൻ്റെയൊക്കെ പിന്നിലെ ആ ഒരു അജണ്ട അല്ലെങ്കിൽ ഈ ഒരു പ്രൊപ്പഗണ്ട എന്താണ് എന്നുള്ള സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്വേഷിക്കേണ്ടതായിട്ട് തന്നെ ഉള്ളതാണ്. ഞാനിതിന് തിരിച്ചടിച്ചുകൊണ്ട് എന്നെ തൂക്കിക്കൊല്ലാനെന്ന് പറഞ്ഞു. ഞാൻ ഒരുത്തൻ്റെ അമ്മയ്ക്ക് വിളിക്കുന്നില്ല, അപ്പനെ വിളിക്കുന്നില്ല, എന്നെ തള്ളക്ക് എൻ്റെ അമ്മയ്ക്കും അപ്പനെയൊക്കെ പലരും വിളിക്കുന്നത് അവകാശമാണ്. നമുക്ക് ചോദ്യം അവകാശമുണ്ട്. ഇന്ത്യൻ ഭരണഘടന, ഇന്ത്യയിൽ പ്രധാനമന്ത്രി ഉണ്ടെങ്കിൽ പ്രധാനമന്ത്രിയെ ചോദ്യം ചെയ്യാനായിട്ട് പ്രതിപക്ഷമുണ്ട്. കേരളത്തിൽ മുഖ്യമന്ത്രി ഉണ്ടെങ്കിൽ മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യാനായിട്ട് പ്രതിപക്ഷമുണ്ട്. എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ട്, എല്ലാ സ്ഥലങ്ങളിലും അതുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് നേരെ പോവുള്ളൂ. ഇല്ലെങ്കിൽ എന്താ പറയുക, ഇത് വഴിവിട്ട് സഞ്ചരിക്കും. ഒരു സംശയം എനിക്ക് മനസ്സിലായിടത്തോളം ഇത്രയേറെ ഒരു പാമ്പ് പിടുത്തക്കാർ ഇന്ന് കേരളത്തിൽ ഉണ്ടായിരുന്നിട്ട് പോലും വാവാ സുരേഷ് അല്ലെങ്കിൽ സുരേഷ് ഏട്ടൻ തന്നെയാണ് ഇന്നും ഒരു കൃത്യമായിട്ടുള്ളൊരു ബോധവൽക്കരണം എല്ലാ സ്ഥലത്തും കൊടുക്കുന്നത്. ഇനിയിപ്പം എന്തൊക്കെ കുറ്റങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പോലും ഒരു ഇഷ്യൂ ഉണ്ടായി കഴിയുമ്പോൾ എല്ലാ ചാനലുകാരും ഫസ്റ്റ് ഫോക്കസ് ചെയ്യുന്നത് ചേട്ടൻ തന്നെയാണ്. എന്നെ വിളിക്കുന്നത് കാരണം എൻ്റെ ജീവിതമാണ്, എൻ്റെ ജീവിതമാണ് ഞാൻ ഇതിലേക്ക് മാറ്റി വെച്ചുള്ളത് എല്ലാവർക്കും അറിയാം. കാരണം ഞാൻ ഈ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ, ഈ മേഖലയിലേക്ക് വരുമ്പം ആ കാലഘട്ടത്തിൽ നിന്ന് പാമ്പ് പിടുത്തക്കാരേ ഇല്ല. അതെ, നമ്മളൊക്കെ ഓർമ്മ വെച്ച കാലം മുതൽ നമ്മൾ കേൾക്കുന്ന ഒരു പേരാണ് വാവാ സുരേഷ് എന്ന് പറയുന്നത്. ഞാൻ പോലും ആദ്യമായിട്ട് സത്യം പറഞ്ഞാൽ ചേട്ടനെ നേരിട്ട് കാണുന്നത്, ഞാൻ ഒരുപാട് കാണണമെന്ന് ആഗ്രഹിച്ചൊരു വ്യക്തിയാണ്. സന്തോഷം. അപ്പോൾ ഞാൻ വരുന്ന സമയത്ത് പാമ്പ് പിടുത്തക്കാരല്ല, അന്ന് പാമ്പ് സർപ്പയജ്ഞക്കാരായിരുന്നു, പാമ്പ് പിടുത്തക്കാരില്ല. നാട്ടിൽ സേവനം ചെയ്യുന്ന ആൾക്കാരില്ലായിരുന്നു. ഇവർ പാമ്പുകളെ പിടികൂടിയിട്ട് അന്നും കാശുകൾ വാങ്ങി അവർ ഒരു സ്ഥലത്ത് എന്താ കൊണ്ട് ഒരു യജ്ഞങ്ങൾ നടത്തുന്ന ആൾക്കാർ. അവർ വലിയ എമൗണ്ടുകൾ വാങ്ങിയിട്ടല്ല യജ്ഞം നടത്തുന്നത്. ഇതുകണക്ക് സേവനം ചെയ്യുന്നവരായിട്ട് എനിക്ക് പരിചയപ്പെടാൻ പറ്റില്ല. ഞാൻ വന്നുകൂടി തന്നെ അവർക്കെല്ലാം ഒരു അടിയായി. കാരണം ഞാൻ വന്ന സമയത്ത് ഒരുപാട് എന്താ പറയുക മരുന്ന് കച്ചവടക്കാരുണ്ടായിരുന്നു, മാജിക്കാരുണ്ടായിരുന്നു. ഇവരെല്ലാം പൂട്ടി. സിനിമയിൽ പാമ്പിനെ ഷൂട്ട് ചെയ്യുന്നവരുണ്ടായിരുന്നു. പാമ്പിനെ ദ്രോഹിച്ച് എൻ്റെ പല്ലിളക്കിയിട്ട് ഗ്ലാൻഡ് ഇളക്കിയിട്ട് ചുണ്ട് കൊരുത്തിട്ട് ഷൂട്ട് ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. അവർക്കൊക്കെ ഞാനൊരു ശത്രുവായി മാറി. കാരണം അതെല്ലാം നിർബന്ധമായിട്ട് ഞാൻ നിർത്തലായി. കാരണം ഈ പാമ്പിൻ്റെ ഗ്ലാൻഡൊക്കെ കുത്തി ഇളക്കുന്നതും അതിനെ കുത്തി കെട്ടുന്നതും പല്ല് പറിക്കുന്നതൊക്കെ ഞാൻ ലൈവായിട്ട് കണ്ടു. അപ്പോൾ ഞാൻ അതിനെതിരെ പ്രതികരിച്ചു. അപ്പോൾ അതെല്ലാം നിർത്തലാക്കി. അല്ലെങ്കിൽ സിനിമയിലൊക്കെ ഷൂട്ട് പണ്ടത്തെ പല സിനിമകളിൽ എനിക്ക് ഓം നമ ശിവൻ ആ ശിവൻ്റെ കഴുത്തിൽ കിടന്ന പാമ്പ് ഒറിജിനൽ പാമ്പായിരുന്നു. അതും ഇതായിരുന്നു, പല്ല് പറിച്ചിട്ട് കുത്തി കെട്ടിയിരുന്നതായിരുന്നു അതൊക്കെ. അപ്പോൾ അത് ക്രൂരമായിട്ടാണ് ഈ ജീവികളോടൊക്കെ മനുഷ്യരും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. മനുഷ്യരെന്ന് പറഞ്ഞത് ഭൂമിയിൽ എല്ലാത്തിനും സ്വന്തം മക്കളെ കാലി തൂക്കി അടിക്കുന്ന അമ്മമാർക്കും സ്വന്തം എന്താ പറയുക അച്ഛനെയും അമ്മയും തല്ലുന്ന മക്കളുള്ള കാലഘട്ടത്തിൽ ആരോടാണ് ബാധ്യതയുള്ളത്? ഒന്നിനോടും ബാധ്യതയില്ല. എങ്ങനെയെങ്കിലും കഴിഞ്ഞുകൊണ്ട് എൻ്റെ കാര്യം കഴിഞ്ഞു പോകണം. ഈ ഒരു ചിന്തയാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കണ്ടുവരുന്നത്.
അപ്പോൾ ഇനി എൻ്റെ അടുത്തൊരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചേട്ടൻ്റെ കുറച്ച് ഫാമിലി അല്ലെങ്കിൽ അതിനെ പറ്റിയാണ് ഞാനൊരു ഇൻ്റർവ്യൂവിനകത്താണെന്ന് തോന്നുന്നു ചേട്ടനെ കേട്ടിട്ടുണ്ടായിരുന്നു ഇതേപോലെ ചേട്ടൻ ഇത്ര ഒരു സേവനം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇതേപോലെ ഒരു സ്ഥലത്ത് പോയ സമയത്ത് പൈസ തരാനായിട്ട് പോലും മടി കാണിച്ച് ദൂരെ നിന്ന് കയ്യിൽ പൈസ വെച്ച് നീട്ടി എന്നുള്ളൊരു സംഭവം അത് ഈ അടുത്ത കാലത്തുണ്ട്. ഞാൻ ഈ അടുത്ത കാലത്ത് അത് ജനങ്ങളുടെ ഇപ്പം ഇന്ന് രാവിലെ ഒരു സംഭവമുണ്ട്. ഇന്ന് രാവിലെ ഞാൻ മെഡിക്കൽ കോളേജിൻ്റെ അനിയത്തിയെ കൊണ്ടുപോയിട്ട് വന്ന സമയത്ത് ഇപ്പോൾ പോട്ടിങ്ങോട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്ന സമയത്ത് ഒരാളെന്നെ ഇങ്ങനെ നോക്കി പരിചയപ്പെടാൻ ഓടിക്കൊണ്ട് വന്നു. ഞാൻ ഷേക്കൻ കൊടുക്കാൻ ഇങ്ങനെ കൈ കൊടുക്കാൻ പോയ സമയത്ത് പെട്ടെന്ന് പുള്ളിക്കാരൻ കൈ ഇങ്ങനെ വലിച്ചിട്ട് എൻ്റെ കയ്യിലേക്ക് ഇങ്ങനെ നോക്കുന്നതാണ് കാണാൻ പറ്റി. ഇപ്പോൾ ഒരു 10-15 മിനിറ്റ് മുന്നേ നടന്ന സംഭവമാണ്. മെഡിക്കൽ കോളേജിൻ്റെ ഫ്രണ്ടിൽ വെച്ചാണ് സംഭവിക്കുന്നത്, ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ട്. ഞാനിങ്ങനെ പെട്ടെന്ന് എന്നെ പരിചയപ്പെടാണ്ട് ഓടിക്കുന്നത് സുരേഷ് അല്ലേ എന്ന് ചോദിച്ചുകൊണ്ടൊന്ന് ഇങ്ങനെ കൈ ഇങ്ങനെ വന്ന് പുള്ളി. അപ്പോൾ ഞാൻ ഇങ്ങനെ കൈ നീട്ടിയ പുള്ളി ഇങ്ങനെ പുള്ളിൻ്റെ കൈ അങ്ങ് വലിച്ചിട്ട് പുള്ളി എൻ്റെ കയ്യിൽ ഇങ്ങനെ നോക്കിയിട്ട് അങ്ങ് നടന്നു പോകുന്നത്. എന്നാൽ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ അവരുടെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ അതായത് പാമ്പിനെയൊക്കെ പിടിക്കുന്നതിന്റെ പേരിൽ അവർക്കൊരു അറപ്പായിട്ടൊക്കെയാണ് അവർ കാണുന്നത്. ഞാൻ ചേട്ടൻ തന്നോട്ടെ. പിന്നെ എന്താ അടിപൊളി സന്തോഷമുള്ളത്. അപ്പം അടിപൊളി. അപ്പം ഞാൻ ആഗ്രഹിച്ച ഒരാളാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് ചേട്ടൻ ഫസ്റ്റ് കണ്ടാൽ ഷേക്കേണ്ടതാണോന്നായിരുന്നു എൻ്റെ ആഗ്രഹം. സന്തോഷം. എനിക്ക് ഒരുപാട് ദുരനുഭവങ്ങളുണ്ട്. കാരണം ഒരു കുറേ കാലങ്ങൾക്ക് മുന്നേ പറയാൻ പാടില്ല എന്തായാലും പറയണം. എൻ്റെ ഒരു സുഹൃത്തുണ്ട് സജീവൻ എന്നാണ് പുള്ളിയുടെ പേര്. പുള്ളി വനംവകുപ്പിലായിരുന്നു. പുള്ളി റിട്ടയർഡ് അന്ന് ഉണ്ടായിരുന്നു ഒരു 20 വർഷത്തോളം പഴക്കമുള്ള ഒരു സംഭവമാണ്. പുള്ളിക്കാരൻ പുള്ളിക്കാരൻ്റെ വീട്ടിൽ വട്ടിയൂർക്കാവിൽ കൊടുങ്ങാനൂർ മറ്റാണ് ഒരു പാമ്പിൻ്റെ ചട്ട ഉണ്ടെന്ന് പറഞ്ഞ് എന്നെ വിളിച്ച് ഞാനവിടെ പോയി. വീട്ടിൻ്റെ മുറ്റത്തൊരു പാമ്പിൻ്റെ ചട്ട കിടന്ന് ഞാൻ ആ പാമ്പിൻ്റെ ചട്ടയൊക്കെ എടുത്ത് ഇങ്ങനെ കയ്യിലൊക്കെ വെച്ച് ഇങ്ങനെ പുള്ളി അപ്പോൾ ദൂരെ പൊയ്ക്കൊണ്ടിരിക്കണം. അപ്പോൾ ഞാനത് എടുത്ത് ഇങ്ങനെ ചുണ്ടി ചെറിയ ചേരയാണ് പേടിക്കേണ്ടതെന്ന് പറഞ്ഞ് അപ്പുറത്ത് കളഞ്ഞിട്ട് പോയി സോപ്പ് വാങ്ങിച്ച് കൈയൊക്കെ കഴുകിയിട്ട് വന്ന് പുള്ളിയുടെ കൂടെ നിന്ന് സംസാരിച്ച് പുള്ളിയുടെ വീട്ടിൽ എൻ്റെ കുറേയൊക്കെ സംസാരിച്ചിട്ട് അവസാനം ഞാൻ പോകാൻ നേരത്ത് ഷേക്കൻ്റെ കൂടെ സാറേ പോട്ടെ എന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞ് പോയി. ഒരു രാത്രി 11:30 പുള്ളി എന്നെ വിളിക്കുന്നു, സുരേഷേ ഞങ്ങളുടെ എന്താ സാറേ അല്ല ഒന്നും തോന്നരുത്, ഒരു സംശയം ചോദിക്കാൻ വിളിച്ചാണ്. ഞാൻ എന്താണെന്ന് അറിയിച്ചു, അത് എൻ്റെ ഭാര്യ എന്നെ കട്ടിലിൽ കിടക്കാൻ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് എന്താ സാറേ കുഴപ്പം? അത് സുരേഷിന് ഷേക്കൻ്റെ ഒന്നുകൊണ്ടാണെന്ന് പറഞ്ഞു. പക്ഷേ സുരേഷിന് ഷേക്കൻ്റെ ഒന്നും അതുകൊണ്ട് ഇനി അവർക്ക് എന്തെങ്കിലും അസുഖങ്ങളുണ്ടാകുന്ന അവർക്ക് പേടിയാണെന്ന് നടന്ന സംഭവമാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ പുള്ളിക്കാരൻ ചോദിച്ചിട്ടുണ്ട്, പുള്ളിക്കാരൻ്റെ വൈഫുണ്ട്, അവർക്ക് മക്കളില്ല. അപ്പോൾ ഇപ്പോഴും അത് സംശയം ഇപ്പോഴും അവർ കാണുന്നുണ്ടായിരിക്കും വീഡിയോ. സത്യസന്ധത നടന്നത് വട്ടിയൂർക്ക് അവനടുത്ത് കുലശേഖരം എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു സംഭവം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ നമ്മൾ കണ്ടു. അപ്പോൾ അവർ വിചാരിച്ചോണ്ട് ഇനി എനിക്ക് ഷേക്കൻ്റെ നടക്കി എന്തെങ്കിലും പുള്ളിൻ്റെ കയ്യിലുള്ള ഇൻഫെക്ഷൻ ഉണ്ടാവും, അത് അവർക്ക് പിടിക്കുമെന്നുള്ളതൊക്കെ പേടിയായിരിക്കും. അവരുടെ മുത്തശ്ശിമാർ അങ്ങനെ കൂടെ പറഞ്ഞു കൊടുക്കുന്ന കഥകളാണ്. അങ്ങനെ കൊണ്ട് അപ്പോൾ അതിലൊന്നും ഒരു സംഭവമായിട്ട് ഈ ഒരു 2 ആഴ്ചയ്ക്ക് മുന്നേ ഞാനൊരു വീട്ടിൽ പാമ്പിനെ പിടിക്കാൻ പോയി. ഇപ്പോൾ സാധാരണ തെറ്റില്ലാത്തൊരു വീടാണ്. അപ്പോൾ അവർ ചെന്നു, ഞാൻ പാമ്പിനെ പിടിച്ചു. ഇപ്പോൾ ഇതിൻ്റെ അടിയിൽ വരുന്ന കമൻസ് എനിക്കൊരു വിഷമം തോന്നി. ഇതിൻ്റെ ഇടയ്ക്ക് ഇതുപോലെ ഒരു വെള്ളം തരാത്തൊരു കേസ് ഞാൻ പറഞ്ഞ സമയത്ത് അതിൻ്റെ അടിയിൽ വന്ന കമൻസ് ഈ നാട്ടിലുള്ള മറ്റേ ബാത്റൂമിൽ അതിൻ്റെ അടിയിൽ വന്ന കമൻസ് ഈ നാട്ടിലുള്ള മുഴുവൻ അമ്പലത്തിൽ പോകുന്ന പോറ്റിമാരെയും നായേഴ്സിനെയൊക്കെ അമ്മയ്ക്ക് വിളിക്കുന്നുണ്ട് എല്ലാവരും. സത്യം പറഞ്ഞാൽ അത് തെറ്റാണ്. ഒരിക്കലും അങ്ങനെ ഒരാളല്ല എനിക്ക് ബാത്റൂമിൽ കൊണ്ടുപോയ കുടിക്കാൻ വെള്ളം തന്നത് അങ്ങനെയുള്ള ആൾക്കാരെ അല്ല, സാധാരണക്കാരായിരുന്നു എന്നുള്ളതാണ്. അതിലുപരി അതൊരു എന്താ പറയുക, അവർ പറയാൻ പറ്റില്ല, എന്നാലും ഒരു വിശ്വാസം അവർ പള്ളിയിൽ പോകുന്ന ഒരു അമ്മയായിരുന്നു എന്നുള്ളതാണ്, പള്ളിയിൽ പോകുന്ന പ്രായമുള്ള ഒരു അമ്മയായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ അതിൻ്റെ അടിയിൽ കമൻസ് ഉണ്ട്, വിഷമം തോന്നിക്കൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇത് പറയുന്നത്. ഒരിക്കലും അങ്ങനെയല്ല. അങ്ങനെയൊന്നും ഒരിക്കലും ഒരാളുടെ പേരിലും ജാതിപരമായിട്ട് ഒരിക്കലും ഒരു അധിക്ഷേപം ഉണ്ടാകാൻ പാടില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പാമ്പിൽ നിന്നും കടി കൊണ്ട് മരിക്കേണ്ട അല്ലെങ്കിൽ ജീവൻ നഷ്ടപ്പെടേണ്ട ആളുകളെ സംരക്ഷിക്കുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് തന്നെ ഇങ്ങനെ കാണിക്കുന്നതിനോട് എനിക്കൊട്ടും ഒരു പേഴ്സണലി യാതൊരു ഇതുമില്ല കേട്ടോ. അല്ല, അത് അവരുടെ അറിവില്ല. എനിക്കൊന്ന് അന്ന് റിട്ടയർഡ് ആയ ഒരു അധ്യാപികയാണെന്നാണ് എൻ്റെ ഓർമ്മ. അതേ അന്ന് അവർ സ്കൂളിലുണ്ടായിരുന്നു, അന്ന് +2 അധ്യാപിക മറ്റാണ്, അത് ഇനി HM ആയിരുന്നു. അങ്ങനെ എന്തോ ഒരു ഓർമ്മ എനിക്കുണ്ട്. വർഷം 5-8 കുറച്ച് 8-10 വർഷമായിട്ട് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മ വരുന്നില്ല. പക്ഷേ ആ വീട്ടിലെ പറമ്പിലെ പണിയാണ് ആ പുള്ളിക്കാരനെന്ന് പറഞ്ഞു. അയ്യോ ചേട്ടൻ സുരേഷ് സാറേ അത് തന്നെ സാറേ എന്നാണ് വിളിച്ചത്. ഞാൻ സാറേ എന്ന് എന്നെ വിളിക്കരുത്, ഞാൻ സാധാരണക്കാരനാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ, അപ്പം ചേട്ടൻ കുടിക്കല്ലോ, സാറേ കുടിക്കല്ലോ. ഞാൻ പറഞ്ഞ അത് ബാത്റൂമിൽ കൊണ്ടുപോകണം പാത്രമാണെന്ന് പറഞ്ഞു. ബാത്റൂമില്ല, ഞാൻ ഇപ്പോൾ കാലി വീട്ടിൽ വന്നപ്പോൾ വെള്ളം കുറിച്ച് കാലി വീട്ടിൽ വന്ന പാത്രമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു കുടിക്കാൻ തന്നെ കൊണ്ടുവന്നെന്ന് അവരെടുത്ത് പറയുകയും ചെയ്തു. അപ്പോൾ അതാണ് അതിൻ്റെ പ്രത്യേകത. ഒരു അധ്യാപിക എന്ന് പറയുമ്പോഴത്തേക്ക് മനുഷ്യ സ്നേഹം പഠിപ്പിക്കേണ്ട വ്യക്തി തന്നെ ഇങ്ങനെ ആദ്യമേ കാണിക്കുന്നതുകൊണ്ടല്ലേ. അവർക്ക് എനിക്ക് തോന്നുന്നു നമ്മൾ ഈ പറഞ്ഞ പോലെ അവരുടെ മനസ്സിലും ഇങ്ങനെ ചിന്തകളാണ്. പിന്നെ എനിക്ക് പാത്രത്തിൽ കുടിക്കാൻ വെള്ളം തന്നു കഴിഞ്ഞാൽ ഇനി എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടാകുമോ എന്നൊക്കെ തോന്നും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ അവർ മനസ്സിലാക്കും. തെറ്റിദ്ധാരണകളാണ് മനുഷ്യൻ്റെ മനസ്സിലുള്ള തെറ്റിദ്ധാരണകളാണ് ചേട്ടാ. അപ്പോൾ നമുക്ക് ഈ ആളുകളുടെ തെറ്റിദ്ധാരണ മാറ്റാനായിട്ട് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ് കൊടുക്കാനുള്ളൊരു ഉപദേശം? ഈ പാമ്പിനെ തൊട്ടെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ നമ്മൾ അടിയിൽ ആ ഒരു പലരും പറയും തുടമ്പഴത്തേന് അടിഭാഗത്ത് ആ ഒരു ചെതലുമ്പൽ അത് സിദ്ധമുണ്ട്. എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട ജനങ്ങളോട്, നമ്മളെ ഈ പ്രോഗ്രാം കാണുന്ന ജനങ്ങളോട് പറയാനുള്ളത്, സത്യം പറഞ്ഞാൽ ലോകത്ത് വൃത്തികെട്ട ജീവി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആനയോ കടുവയോ സിംഹമോ പുലിയോ പാമ്പോ എന്നൊന്നും പറയാറില്ല. മനസ്സിൽ അഴുക്ക് കൊണ്ട് നടക്കുന്ന ഒരു 10 വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് പോലും റോഡിൽ കൂടെ നടന്നു പോകാൻ പറ്റാത്ത വിഷക്കണ്ണോടുകൂടി നോക്കുന്ന വൃത്തികെട്ട ചില ആൾക്കാരുള്ള ലോകത്ത്
ലോകത്ത് ഏറ്റവും അറപ്പുളവാക്കുന്ന ഒറ്റ ജീവിയേ ഉള്ളൂ, അത് മനുഷ്യന്മാർ മാത്രം. വായി കൊണ്ട് നല്ല വാക്കുകൾ പറയാത്ത, വെറും മോശപ്പെട്ട വാക്കുകൾ പറയുന്ന, കണ്ണുകൊണ്ട് മോശം രീതിയിൽ നോക്കുന്ന ആൾക്കാരുടെ ലോകത്ത് പാമ്പുകൾ ഒരിക്കലും വൃത്തികെട്ടൊരു ജീവിയല്ല. പാമ്പ് ഏറ്റവും സാധുവായ, ഏറ്റവും നിഷ്കളങ്കമായ ഒരു സാധുവായ ജീവിയാണ് പാമ്പുകൾ. ഒരിക്കലും അത് അറപ്പുണ്ടാക്കേണ്ട, വെറുപ്പുണ്ടാക്കേണ്ട ഒരു ജീവിയല്ല. പക്ഷേ പാമ്പുകൾ ഇല്ലാതെ വന്നാൽ ഇന്ന് നമ്മുടെ മാനവരാശി തന്നെ നാശത്തിലേക്ക് പോകാനുള്ള സാധ്യതകൾ 100% കൂടുതലാണ്. കാരണം അറിയാമല്ലോ, നമുക്കിപ്പോൾ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് നമ്മുടെ കൊറോണയുടെ വാക്സിൻ പാമ്പിൻ്റെ വനത്തിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഹാർട്ട് അറ്റാക്ക് ഉണ്ടായാൽ ഹാർട്ടിനകത്ത് രക്തം കട്ട പിടിച്ച് അലിയിപ്പിക്കുന്ന മരുന്ന് ചെയ്യുന്ന കൊയാഗുലിൻ പാമ്പിൻ്റെ വനത്തിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ക്യാൻസർ വന്നാൽ ക്യാൻസറിൻ്റെ വേദന സംഹാരി എന്നറിയപ്പെടുന്ന മരുന്ന് പാമ്പിൻ്റെ വനത്തിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പാമ്പ് വഴിയിട്ട് കൊടുക്കുന്ന മറുമരുന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും പ്രാധാന്യമുള്ളത് അറിയാമല്ലോ, ഇപ്പോൾ നമുക്ക് പുതിയ റിസർച്ച് നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. എന്താണ് പറയുമ്പോൾ തേള്, സ്കോർപ്പിയൻ, ഇതൊന്നും നമ്മൾ വെളിയിൽ പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ, എന്നാലും പറയണം. തേള്, സ്കോർപ്പിയൻ്റെ വാലിൻ്റെ അഗ്രത്തിൽ നിന്നുള്ള വനത്തിൽ നിന്ന് നമ്മൾ പാരാലിസിസായി കിടക്കുന്ന ആളിനെ ഉത്തേജിപ്പിക്കാനുള്ള മരുന്നിൻ്റെ റിസർച്ച് നമ്മുടെ നാട്ടിൽ, നമ്മുടെ ഭാരതത്തിൽ നടക്കുന്നുണ്ട്. അതൊരു 50-50 വിജയിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങളുണ്ട്. പക്ഷേ ഇതൊന്നും പറയാത്ത ഇനി ഈ പാവപ്പെട്ട തേളിനെ ജീവിക്കാൻ സമ്മതിക്കത്തില്ല. തേളിനെ പിടിച്ച് മാർക്കറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇനി ആൾക്കാർ വരും. അതുകൊണ്ട് അതൊന്നും പറയാതിരിക്കും. അങ്ങനെയൊക്കെ ഒരുപാട് പ്രത്യേകതയുണ്ട്. നമ്മൾ ഈ അറപ്പോടെ പിടിക്കുന്ന ജീവി ഇന്ന് ഭൂമിയിലില്ലായിരുന്നെങ്കിൽ എത്ര ശതമാനം ആൾക്കാർ ഇപ്പോൾ മരണപ്പെട്ടേനെ? ഹാർട്ട് അറ്റാക്ക് വന്നിട്ട്, ക്യാൻസർ വന്നിട്ട് എത്ര ആൾക്കാർ ഇപ്പോൾ മരണപ്പെട്ടനെ? ഒന്നൊന്നിന് എല്ലാം ആവശ്യമുള്ളതാണ് നമ്മുടെ പിന്നെ മനുഷ്യൻ ഒഴിച്ച് ബാക്കിയെല്ലാം ഒന്നൊന്നിന് ആവശ്യപ്പെട്ടത് തന്നെയാണ്. ഇനി യാതൊരു സംശയമില്ല. എനിക്കൊന്നും മനുഷ്യനില്ലെങ്കിൽ പോലും ചിലപ്പോൾ ഇതെല്ലാം ഈ ഭൂമിയിൽ പക്ഷേ ഇതിൽ ഒരു സാധനം ഇല്ലെങ്കിൽ മനുഷ്യൻ കാണത്തില്ല. പക്ഷേ എല്ലാം ഈക്വൽ ആയിട്ട് ജീവിച്ചത്. അതെ, പക്ഷേ ഇതിൽ ഏതെങ്കിലും ഒരു ജീവി ഇല്ലാന്നുണ്ടെങ്കിൽ ചില മനുഷ്യൻ കാണത്തില്ല. അതല്ലേ നമ്മുടെ അവസ്ഥ. അതുകൊണ്ടല്ലേ ഞാനിതിനെ എന്നും പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, അതുപോലെ തന്നെ നിങ്ങൾ നമ്മുടെ ഈ പ്രോഗ്രാമിലൂടെ കാണുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ആൾക്കാരൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ ഈ നാട്ടിലുള്ള എല്ലാ പാമ്പുകളെയും നിങ്ങൾ ഇവിടെ നിന്ന് പിടിച്ച് ഒഴിവാക്കാമെന്ന് വിചാരിക്കരുത്. അത് നിങ്ങൾ അടുത്ത തലമുറയ്ക്ക് കൊടുക്കുന്ന ഒരു മാരകമായ അസുഖങ്ങളായിരിക്കും. അതിന് യാതൊരു സംശയമില്ല. കാരണം എക്കോ ബാലൻസിങ്ങിന് പാമ്പുകൾ അനിവാര്യമാണ്. അപ്പോൾ അതിന് നമ്മൾ പൂർണ്ണമായിട്ട് ഇവിടെ ചേരയെ പോലും ജീവിക്കാൻ സമ്മതിക്കുന്നില്ല. ചേരയെ കണ്ടാലും ഉടനെ വിളിക്കുന്നു, നീർക്കൂലിയെ കണ്ടാലും വിളിക്കുന്നു, പെരുമ്പാമ്പിനെ കണ്ടാലും വിളിക്കുന്നു. ഈ പെരുമ്പാമ്പുകൾ നമ്മുടെ നാട്ടിൽ ജീവിക്കേണ്ട പാമ്പുകളാണ്. കാരണം കാടിനകത്ത് ജീവിക്കുന്ന പല പെരുമ്പാമ്പുകളും ഇന്ന് റോഡിലും ഒക്കെ എഴിഞ്ഞു പോകുന്ന സംഭവങ്ങളാണ്. അവിടുത്തെ എക്കോസിസ്റ്റം ഇല്ലാണ്ടാവുമ്പോഴാവണം അത് പുറത്തേക്ക് വരുന്നതല്ലേ. അതിന് ഫുഡ് വേണ്ടേ? അതെ, അതിന് ഫുഡ് വേണ്ട, തീറ്റി വേണ്ട. ഈ നാട്ടിൽ കിടന്ന് എല്ലാത്തിനും കൊണ്ട് പിടിച്ചവിട്ടെ അവരെ പെരുമ്പാമ്പൊന്നും അവിടെ ഒരിക്കലും നിൽക്കത്തില്ല. പെരുമ്പാമ്പ് തീറ്റി കിട്ടുന്ന സ്ഥലത്തേക്ക് വന്നുകൊണ്ടിരിക്കും. മറ്റു പാമ്പുകളെ പോലല്ല. മറ്റു പാമ്പുകൾ പരസ്പര പൂരകങ്ങളാണ്. ഇപ്പോൾ മൂർഖനെ കഴിക്കുന്നു, മൂർഖൻ അണലിയെ കഴിക്കുന്നു, മൂർഖൻ പെരുമ്പാമ്പിൻ്റെ കുഞ്ഞുങ്ങളെ കഴിക്കുന്നു. അങ്ങനെ രാജപാമ്പിലെ പെരുമ്പാമ്പിനെ പിടിക്കുന്നു, അവരങ്ങ് കഴിയും. പക്ഷേ പെരുമ്പാമ്പിനും മറ്റു ചേരകൾക്കൊക്കെ ഫുഡ് എവിടെയാണ്? അത് എലി പോലത്തെ സാധനങ്ങളാണ്. അവർക്ക് നാട്ടിലേക്ക് വന്നല്ലേ ഉള്ളൂ. അപൂർവമായിട്ട് മാത്രമേ ചേരയെ പിടിക്കാറുള്ളൂ. പെരുമ്പാമ്പ് ഇന്നുവരെ പെരുമ്പാമ്പിനെ പിടിച്ചൊരു സംഭവം എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ എനിക്കില്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇന്നുവരെ കിട്ടിയിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ 40-39 വർഷത്തെ അറിവിലുണ്ട്, ഇതുവരെ കിട്ടിയിട്ടില്ല. ഇതുവരെ ചേട്ടാ എത്ര പാമ്പുകളെ പിടിച്ചിട്ടുണ്ട്? ഏകദേശം 238 രാജപാമ്പാല ഉൾപ്പെടെ 1000-ലേറെ പെരുമ്പാമ്പുകൾ ഉൾപ്പെടെ എനിക്ക് തോന്നുന്നത് എൻ്റെ കൃത്യമായിട്ട് കണക്കിൽ എന്തായാലും 50,000-നും 60,000-നും അടുത്ത് 50,000-ന് മേളിൽ, 1,00,000-ന് മേളിൽ കണക്ഷനാണ്. എനിക്കൊന്ന് ലോകത്ത് തന്നെ വേറെ ആരും ഉണ്ടാവുന്നില്ല ഇത്രയും കടി വാങ്ങിയിലുണ്ടാവാൻ സാധ്യതയില്ല. പക്ഷേ അത് ടോട്ടൽ എത്ര ഇതുവരെ കടികൾ കിട്ടിയിട്ടുണ്ട്? കടിയൊക്കെ 5,000-ന് മേളിൽ ടോട്ടൽ നോർമലി അല്ല, സാധാരണ എല്ലാം കൂടി ഞാൻ 20,000-ന് മേളിൽ മൂർഖൻ പാമ്പിൻ്റെ മുട്ട വിരിയിച്ച് 10,000-ന് മേളിലാണെങ്കിൽ കുഞ്ഞുങ്ങളെ എൻ്റെ വീട്ടിൽ പ്രസവിപ്പിച്ച് 1000-ഓളം പെരുമ്പാമ്പിൻ്റെ മുട്ട വിരിയിച്ചു. ഓന്ത്, അരണ, ആമ ഇങ്ങനെയുള്ള എല്ലാത്തിൻ്റെയും മുട്ടകൾ എൻ്റെ വീട്ടിൽ വിരിയിച്ചു. ചേര, നീർക്കും എല്ലാത്തിൻ്റെയും മുട്ട വിരിയിച്ചു. പിന്നെ ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ഈ കടി കിട്ടാൻ കാരണം ഈ മുട്ട വിരിയിക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങളുടെ കടിയൊക്കെ ധാരാളം കിട്ടാറുണ്ട്. അതൊന്നും പിന്നെ എനിക്ക് മരുന്നായിട്ടങ്ങ് മാറുന്നു എന്നുള്ളത്. പിന്നെ അതിലൊക്കെ പറഞ്ഞിടത്തോളം ചേട്ടൻ്റെ ശരീരത്തിൽ തന്നെ ആൻറ്റിബോഡി പ്രതിരോധ ശക്തി കൂടിയിട്ട്, അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും കടി കിട്ടിയിട്ട് എനിക്ക് മരണം സംഭവിക്കും. ഇപ്പം ഞാൻ കഴിഞ്ഞ വെന്റിലേറ്ററിൽ കിടന്നെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും പറഞ്ഞു മരിച്ചു. അങ്ങനെയല്ല, അത് എൻ്റെ ശരീരത്തിൻ്റെ ബോഡിയെ പിടിച്ചു നിർത്തും. പിന്നെ ഒരുപാട് ലേറ്റായാൽ മാത്രമേ എനിക്ക് അപകടം ഉണ്ടാകുന്നുള്ളൂ. പെട്ടെന്നൊന്നും എനിക്ക് അപകടം ഉണ്ടാകുന്നില്ല. പക്ഷേ ഒരുപാട് ലേറ്റായി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കോട്ടയത്ത് വെച്ച് കടിയിട്ട് എനിക്ക് 2 മണിക്കൂറിന് മേളിൽ എടുത്തു ഞാൻ അവിടെ നിന്ന് പോകാനും വണ്ടി ഓടി എത്താനും ഒക്കെ. അതാണ് എനിക്ക് അത്രയ്ക്ക് സീരിയസ് ആയത്. അല്ലെങ്കിൽ ഇവിടെയുള്ള കടികളൊക്കെ ഞാൻ ഹോസ്പിറ്റലിൽ വന്ന് കുറേ കഴിഞ്ഞിട്ടാണ് ഞാൻ വെന്റിലേറ്ററിലാവുന്നത്. വെന്റിലേറ്റർ ആവുന്നത് ഞാൻ അറിയത്തില്ല. അത് ഞാൻ നല്ല മയക്കത്തിൽ പോയതിന് ശേഷമാണ് വെന്റിലേറ്ററിലാവുന്നത്. പക്ഷേ അത് വെന്റിലേറ്റർ ആവുന്നത് എനിക്ക് നല്ല ഓർമ്മയുണ്ടായിരുന്നു. ഞാനത് പറഞ്ഞിട്ടാണ് പോകുന്നത്. എന്നെ വെന്റിലേറ്റർ ചെയ്തില്ലെങ്കിൽ ഞാൻ മരിച്ചു എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. അതുകൊണ്ടാണ് അവരെന്നെ ഭാരത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജിലല്ല എന്നെ അഡ്മിറ്റ് ചെയ്തത്, ഭാരത് ഹോസ്പിറ്റലാണ് എന്നെ അഡ്മിറ്റ് ചെയ്തത്. കടികൾ പിന്നെ 16 പ്രാവശ്യം സീരിയസ് ആയി, 6 പ്രാവശ്യം വെന്റിലേറ്ററിൽ കിടന്നു, 10 പ്രാവശ്യം ICUയിൽ കിടന്നു. അതിൽ മൊത്തം 400-ന് മേളിൽ വനമുള്ള പാമ്പിൻ്റെ കടികളുണ്ട്. അതിലാണ് ഈ 5,000-ന് മേളിൽ ടോട്ടലി കടി എല്ലാം കൂടിയാണ്. നീർക്കോലി, പെരുമ്പാമ്പ്, ചുരുട്ട, കാട്ടുപാമ്പ്, എല്ലാം പച്ചിലപ്പാമ്പ്, ഇതെല്ലാം ഓരക്കുള്ളൻ, ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ്. മറ്റത് 490, 500 മറ്റോ ആയിട്ടുണ്ട് കൃത്യമായിട്ടുള്ള കടി ഓർക്കുന്നത്. ഇപ്പം എനിക്കൊരു 3 കടി ഇപ്പം കിട്ടി റീസെൻ്റ്ലി, ആരും അറിഞ്ഞിട്ടില്ല. 2025 അടുപ്പിച്ച് 3 കടി കിട്ടി. 3 കടി നല്ല കടികളായിരുന്നു. ഒരു കടി 1.5 മാസം എടുത്ത് ട്രീറ്റ്മെൻറ്റ് കരിയാനായിട്ട് 1.5 മാസം എടുത്തു. പക്ഷേ ആരും അറിഞ്ഞില്ല. 3 കടി 3 മാസത്തിനിടയിലാണ് കിട്ടിയത്. അവസാനമായിട്ട് കിട്ടിയത് ഇപ്പോൾ കഴിഞ്ഞ 2025 ലാസ്റ്റ് ഡിസംബറിലാണെന്ന് തോന്നുന്നു. ഡിസംബർ ലാസ്റ്റിലാണെന്ന് തോന്നുന്നു. നമ്മുടെ പേരൂക്കടയ്ക്കടുത്ത് മണ്ണാമൂലയ്ക്ക് അടുത്തൊരു വീട്ടിൽ ഇതുപോലെ പാമ്പിനെ പിടിച്ചിട്ട് മൂർഖൻ പാമ്പിനെ എടുത്തിട്ട് പറഞ്ഞ തല ഗ്ലാസ്സിലടിച്ചിട്ട് ഇങ്ങനെ വേർപ്പൊളിച്ച് ഞാൻ തല പൊട്ടി ഇങ്ങനെ തപ്പി നോക്കിയതാണ്. അതിന് മുന്നേ കടി കഴിഞ്ഞു. ഇങ്ങനെ ഈ വെള്ളിന് കടി
വേണ്ടിയിട്ട്. അങ്ങനെ അത് ഏകദേശം ഒരു 10-15 ദിവസം ഹോസ്പിറ്റലിൽ. വിരള് വെള്ളമെല്ലാം ഇത് മുറിക്കേണ്ടി വന്നു. ഇത് കല്ലമ്പലത്ത് വല്ല വെഞ്ഞാറമുട്ടി വെച്ചുള്ള കടിയാണ്. ഇത് ആദ്യത്തെ കടിയാണ്. ഇതിപ്പോൾ കടി കിട്ടി, റീസെൻ്റ് കടി കിട്ടിയാണ്. ഇത് നവംബറിൽ കടി കിട്ടിയതാണ്, ഈ നവംബറിൽ. ഇത് പഴയ കോട്ടയം അല്ല നമ്മുടെ കൊല്ലം ഇവിടെ ആക്ച്വലി ഈ ഞരമ്പുകൾ ഡാമേജ് ആയി, ഡാമേജ് എല്ലാ സെൽസൊക്കെ അങ്ങ് ഡെഡ് ആയിപ്പോ. പിന്നെ അതെല്ലാം എടുത്ത് കളഞ്ഞിട്ട് പിന്നെ അപ്പോൾ ചേട്ടാ അവിടെ ടച്ച് ചെയ്യുമ്പോൾ ആ ഒരു സെൻസേഷൻസ് നമ്മൾ നോക്കിയാലറിയാം. ഇപ്പൊ ഇതറിയാം. ഇപ്പൊ ഇങ്ങനെ തൊട്ടാലും അറിയാൻ പറ്റില്ല, ചെറുതായിട്ട് തൊട്ട് അറിയാൻ പറ്റില്ല. അറിയാൻ പറ്റത്തില്ല അല്ലേ? ഇത്രയേറെ കടികൾ പാമ്പിൻ്റെ നിന്ന് വാങ്ങിച്ചെന്ന് പറഞ്ഞാൽ സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ടല്ല, ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സേവനം ചെയ്തതിൻ്റെതാണ്. അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് ആദരിച്ച് അത്രയും ഒരു റെസ്പെക്റ്റ് കൊടുക്കേണ്ട ഒരു വ്യക്തിയാണ് ഞങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ഒരിക്കലും പറയാം, ഇന്നുവരെ ഒരു പൊന്നാട പോലും കിട്ടിയില്ല. പക്ഷേ മെനിയാന്ന് വന്നവർക്ക് ഒരു പൊന്നാടല്ല, അവർ എന്തൊക്കെയൊക്കെ കൊടുക്കുന്നുണ്ട്. എനിക്ക് ഇത്രയും വർഷം എൻ്റെ പറയുകയാണെങ്കിൽ എനിക്കൊരു പൊന്നാട പോലും തന്നിട്ടില്ല ഇതുവരെ കേരളത്തിൽ ഒരു അധികാരികളും. പിന്നെ ഇപ്പം 3 ദിവസം കൊണ്ടൊന്ന് പാമ്പ് എന്താണെന്ന് പറഞ്ഞാൽ പാമ്പിനെ പിടിച്ച് കോമാളിത്തരം കാണിക്കുന്നവരൊക്കെ വിളിച്ച് ആദരിക്കൽ, അവാർഡ് കൊടുക്കൽ, കാര്യങ്ങൾ നടക്കുന്നു. ഇതിലൊന്നും കാര്യമില്ല. ഞാൻ ചേട്ടാ ഇവിടെ ഇത്ര റെസ്പെക്ട് കിട്ടിയില്ലെങ്കിൽ പോലും ചേട്ടനെ സ്വീഡനിലോട്ട് അല്ലേ അതിനുള്ളിലേക്ക് എനിക്ക് വിളിച്ചിട്ടുണ്ട്. ഇപ്പൊ സോഷ്യൽ മീഡിയ എല്ലാം നിറഞ്ഞിരിക്കുന്ന ചേട്ടന്റെ ഫോട്ടോസ്, ചേട്ടൻ പെട്ടിയായിട്ട് ഫ്ലൈറ്റ് കയറാൻ പോകുന്ന ഫോട്ടോ ഒക്കെ ആളുകൾ ഉണ്ടാക്കി ഇടുന്നത് ഞാൻ കാണുന്നുണ്ട്. എന്താണ് ചേട്ടാ അതിന് സത്യാവസ്ഥ? അതെ, എനിക്ക് എല്ലാ ലോകത്തുള്ള എല്ലാ സ്ഥലങ്ങളും എനിക്ക് അധികാരികളുണ്ട്, സുഹൃത്തുക്കളുണ്ട്, നല്ല സുഹൃത്തുക്കളുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ഇതുപോലൊരു ക്ഷണം വന്നത് സ്വീഡനിൽ നിന്ന്. പക്ഷേ എനിക്ക് പോകാനായിട്ടുള്ള താല്പര്യമില്ല എന്നുള്ളതുകൊണ്ടാണ് ഇന്ന് എനിക്ക് പോകാൻ പറ്റാത്തത്. എനിക്ക് വീട്ടിലെ കാര്യങ്ങളും മറ്റു കാര്യങ്ങളും. പിന്നെ അതിനെങ്കിൽ ആദ്യം ക്ഷണിച്ച സമയത്ത് രാജവെമ്പാല എൻ്റെ ഒരു 1.5 മാസമായിരിക്കും പുറത്തുനിന്ന് കൂട്ടിൽ നിന്ന് വെളിയിൽ പോയ രാജവെമ്പാല എൻ്റെ പേരായിട്ട് എന്നെ കൂട്ടിപ്പോയി കയറി. 1.5 മാസമേ അവിടെ മൊത്തം ചുറ്റി അടക്കായിരുന്നു. ഇപ്പം എന്നെ അന്ന് രാത്രി വന്ന് ഫ്ലൈറ്റിൽ നിന്ന് എന്നെ അന്ന് വന്ന് അവർ എയർ ചെയ്ത് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്ത് 2.5 മണിക്ക് റെഡി ആയിരിക്കാൻ പറഞ്ഞ് എന്ന സമയത്താണ് എനിക്ക് അവർ വിളിക്കുന്ന സാധനം വന്ന് കൂട്ടിക്കയറി എന്ന് പറഞ്ഞു. ചേട്ടാ അപ്പം വേറെ ഏതൊക്കെ സ്ഥലങ്ങളിൽ കേരളത്തിന് പുറമെ പുറത്ത് ഇന്ത്യക്ക് പുറത്ത് ഇന്ത്യക്ക് പുറത്ത് പോയിട്ടാ? ഞാൻ ഇന്ത്യക്കകത്ത് മാത്രമേ സഞ്ചരിച്ചിട്ടുള്ളൂ. ഇന്ത്യക്കകത്ത് ഞാൻ മഹാരാഷ്ട്ര, പിന്നെ അതുപോലെ തന്നെ കർണാടക ഒക്കെ സഞ്ചരിച്ചിട്ടുണ്ട്, തമിഴ്നാടൊക്കെ സഞ്ചരിക്കാറുണ്ട്. അവിടെയൊക്കെ ചെന്നിട്ട് അവിടുത്തെ ജനങ്ങളുടെ റെസ്പോൺസ് എങ്ങനെ? എന്നെ പൊതിഞ്ഞ് ചേർത്ത് എന്നെ വെളിയിലോട്ട് വിടത്തില്ല. അത്ര നല്ല ബഹുമാനം, നല്ല സ്നേഹമാണ് അവർ തരുന്നത്. നമ്മുടെ നാട്ടിൽ നിന്നാണ് നമുക്ക് യഥാർത്ഥത്തിൽ സത്യം നാട്ടിൽ സ്നേഹമില്ലെന്നേ പറയുന്നില്ല, ജനങ്ങൾക്കുണ്ട്. പക്ഷേ അധികാരികൾക്കില്ല. അധികാരികൾക്ക് നമ്മൾ എന്നും ഒരു അവഹേളനം തന്നെയാണ്. ഒരു എന്താ പറയുക, നമ്മൾ ഒരു മോശപ്പെട്ട വ്യക്തിയായിട്ടാണ്. അതിനകത്ത് ഒരു ജാതി സ്പിരിറ്റ് എവിടെയെങ്കിലും തോന്നിയിട്ടുണ്ടോ ചേട്ടൻ? അതിനകത്ത് എന്തൊക്കെയോ മണക്കുന്നുണ്ടെന്നുള്ളതാണ്. ജാതിയാണോ മതമാണോ എന്നൊന്നും എനിക്കല്ല. എന്തൊക്കെ നല്ല രീതിയിൽ മണക്കുന്നുണ്ട്. എന്തായാലും വനംവകുപ്പിൻ്റെ ഇപ്പോഴത്തെ പോക്ക് അത്ര നല്ല പോക്കല്ല. ഇതിനകത്ത് 1-2 സിസ്റ്റങ്ങൾ വളരുന്നുണ്ട്. അത് മുളയിലെന്നുള്ളിലെങ്കിൽ ഇതെല്ലാം നശിക്കും എന്നുള്ളതാണ് യാതൊരു സംശയമില്ല. ഒരു സിസ്റ്റം വളർന്നു വരുന്നുണ്ട്. അതെന്താണെന്ന് അന്വേഷിക്കുന്ന സമയത്ത് തെളിവ് വരട്ടെ. തെളിവിന് വരുന്ന സമയത്ത് അധികാരികൾ വരുമ്പോൾ ഞാൻ കൊടുക്കാൻ തെളിവ് എന്താണെന്ന് ഇഷ്ടം പോലെ 100 കണക്കിന് തെളിവുകൾ ഞാൻ ശേഖരിച്ചിട്ടുണ്ട്. അതെല്ലാം എൻ്റെ കയ്യിലുണ്ട്. ഇതിനകത്ത് ഓരോ വനത്തിനകത്ത് നടക്കുന്ന ഓരോ കാര്യങ്ങളും എൻ്റെ കയ്യിലുണ്ട്. ഓരോ അഴിമതികളും ചേട്ടാ മാത്രമല്ല, ഇതിനകത്ത് നടക്കുന്ന ഒരു ടീം വർക്ക്. ആ ടീം വർക്കുകളെല്ലാം മുന്നോട്ട് തന്നെ പുറത്ത് കൊണ്ടുവന്ന് എക്സ്പോസ് ചെയ്ത് വേണ്ട രീതിയിലുള്ള ഞാൻ പ്രതികരിക്കാൻ യാതൊരു സംശയമില്ല. ഇനി കഴുത്ത് പോയെന്ന് പറഞ്ഞാൽ ഞാൻ പ്രതികരിച്ചുകൊണ്ടേയിരിക്കും. അതിന് യാതൊരു സംശയവും. അത് നമുക്ക് എല്ലാവർക്കും ഉള്ള അവകാശമാണ്, തിരിച്ച് പ്രതികരിക്കുക, സംസാരിക്കുക എന്നുള്ളത്. ഞാൻ പ്രതികരിച്ചുകൊണ്ടേയിരിക്കും. എനിക്ക് പ്രതികരിച്ചാലേ പുറം ലോകം അറിയുന്നുള്ളൂ ഇതിനകത്ത് എന്തൊക്കെ, പുറം ലോകം അറിയുന്നുള്ളൂ ഇതിനകത്ത് എന്താണ് നടക്കുന്നതെന്നുള്ളത്. അതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒറ്റപ്പെട്ടു എന്ന് പറഞ്ഞാൽ, എന്നെ ഒറ്റപ്പെടുത്തി എന്ന് പറഞ്ഞാൽ എനിക്ക് കൂലിപ്പണി ഇതെല്ലാം ഞാൻ ജീവിക്കും. ഞാൻ മേശരി പണി ചെയ്യുന്നതാണ്. തെങ്ങിക്കയറ്റക്കാൻ തെങ്ങിക്കയറാൻ ഇനി പറ്റത്തില്ല, കൈക്ക് സ്വാധീനം കുറവുണ്ട്, തെങ്ങിക്കയറാൻ പറ്റുകയില്ല. പിന്നെ ബാക്കിയുള്ള കൂലിപ്പണിയുണ്ട്. ഞാൻ ഇപ്പോൾ ഒരു തട്ടുകട തുടങ്ങിയിട്ടുണ്ട്. തട്ടുകടയുണ്ട് എനിക്ക്. അപ്പോൾ അവിടെയൊക്കെ ജീവിക്കാൻ ഞാൻ അത് കണ്ടിട്ടുണ്ടായിരുന്നു. ചേട്ടാ ഞാൻ ഇനിയൊരു ചോദ്യം, ആദ്യമായിട്ട് ഈ ഒരു മേഖലയിലോട്ട് വരുന്നതിന് മുന്നേ ചേട്ടൻ എന്ത് ജോലിയായിരുന്നു, അല്ലെങ്കിൽ അത് ഏതൊരു സിറ്റുവേഷനിലാണ് ഇതിലോട്ട് ജീവിതം ഒന്ന് വഴിമാറി വന്നത്? അല്ല, അത് ഞാൻ ഈ പാമ്പ് മേഖലയിലേക്ക് വരുമ്പോൾ എനിക്ക് ജോലി ചെയ്യാമെന്നുള്ള ഒരു ഇതൊന്നുമില്ല. ഞാൻ വളരെ ചെറുപ്പത്തിൽ എനിക്ക് 13-14 വയസ്സുള്ള സമയത്താണ് ഇതിലേക്കൊക്കെ കടന്നു വരുന്നത്. അത് വേറെ ഒരു ക്രൈസ് മാത്രമാണ്. ആരും ചെയ്യാത്തൊരു സാധനം നമ്മൾ ചെയ്യുന്നു. അപ്പോൾ നമ്മളെ കാണുമ്പോൾ എല്ലാവരും ഓടുന്നു. കുറേ പേര് 14 വയസ്സിലാണ് അതിട്ട് പിടിക്കുന്നത്. 14 വയസ്സിൽ തുടങ്ങിയ യാത്രയാണ്. ഇപ്പോൾ ഇത്തിരി 39 വർഷമാകുന്നു എന്നുള്ളതാണ്. 13-14 വയസ്സിൽ തുടങ്ങിയ യാത്ര ഇപ്പോൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. അന്ന് വെറും തമാശയ്ക്ക് വേണ്ടി തുടങ്ങിയതാണ്. ഇന്ന് അത് ജനോപകാരപ്രദമായി മാറി എന്നുള്ളതാണ്. അപ്പോൾ ആദ്യമായിട്ടൊക്കെ ഇങ്ങനെ പാമ്പിനെ പിടിക്കുന്ന സമയത്ത് വീട്ടുകാരൊക്കെ എന്തുവാണ് പറഞ്ഞത്? വീട്ടുകാർക്ക് ഭയങ്കര എതിർപ്പായിരുന്നു കേട്ടോ. വീട്ടുകാർ ഒരാളും സപ്പോർട്ടില്ലായിരുന്നു. ഇപ്പോഴും സപ്പോർട്ടില്ല. ഇപ്പോൾ ഇതൊക്കെ കണ്ട് ജനങ്ങളെയൊക്കെ ഇങ്ങനെ വന്ന സമയത്തൊക്കെ വീട്ടിലെ സഹോദരങ്ങൾക്കൊക്കെ എന്തിനാ അതിൽ നിൽക്കണം എന്ന് ചോദിക്കുന്നുണ്ട്. എന്തിനാ പറഞ്ഞ ആളുകളായിരിക്കും. വേണ്ട രീതിയിലുള്ള റെസ്പെക്റ്റുകളും കിട്ടിയിരുന്നെങ്കിൽ ചിലപ്പോൾ ബഹുമാനം നമുക്ക് വേണമെന്നില്ല. നമ്മൾ ശല്യപ്പെടുത്തായിരുന്നാൽ മാത്രം മതി. അത്രയുള്ളൂ. നമുക്കല്ലാതെ ഒരു എന്താ പറയുക, അവർ നമ്മളെടുത്ത് തോളി വയ്ക്കണം, അല്ലെങ്കിൽ പിടിച്ച് കസാരയിട്ട് എന്നൊന്നും നമുക്ക് ആവശ്യമില്ല. നമ്മൾ ഒരു സ്ഥലത്ത് പാമ്പിനെ പിടിക്കാൻ പോകുമ്പോൾ നമ്മളെ പടലിൽ കയറാതിരുന്നാൽ മാത്രം മതി. അത്രേ ഉള്ളൂ. ഏതെങ്കിലും ഒരു സമയത്ത് ഇത്രയും ഈ പാമ്പുകൾ എന്നൊക്കെ പറയുമ്പോൾ ഹിന്ദു മിത്തോളജിയിലെ സത്യം പറഞ്ഞാൽ ദൈവത്തിന് തുല്യമായിട്ടാണ് കാണുന്നത്. ഞാൻ ആരാധിക്കുന്നത്. അതിനെ ആരോപിച്ചതിൽ എനിക്ക് പ്രശ്നമില്ല. ഞാൻ ആരാധിക്കുന്നു.
അപ്പോൾ എപ്പോഴെങ്കിലും ചേട്ടനോട് മറ്റുള്ളവർ ആ ഒരു രീതിയിൽ ദൈവത്തിന്റെ ഒരു ഇത് അല്ലെങ്കിൽ ആ ഒരു സർപ്പത്തിന്റെ ഇതുള്ള ഒരാളാണ് അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ സംസാരങ്ങളോ എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടോ? അങ്ങനെ ബഹുമാനത്തോടെ കാണുകയോ ഭക്തിയോടെ? ഒരുപാടുണ്ട് കേട്ടോ, ഒരുപാടുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു കൊല്ലം ജില്ലയിൽ അമ്പലത്തിൽ വായിക്കാൻ പോകുന്നൊരു അമ്മ അമ്പലത്തിൽ വായിച്ചുകൊണ്ട സമയത്ത് മെനിയാന്ന് നടന്ന അമ്മയുടെ പുറത്ത് മേളിൽ നിന്നൊരു ചേര താഴേക്ക് വീണു. അമ്മയുടെ ദേഹത്തൊട്ടുള്ളൂ. അമ്മ ഒന്നെ എന്നോട് ചോദിച്ചൊരു ചോദ്യം, ഇപ്പോൾ ഒരു 15 ഇപ്പം നമ്മൾ ഇരിക്കുന്നതിന് മുന്നേ എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ്. മോൻ വിളിച്ചിട്ട് എനിക്ക് തന്നു. അപ്പോൾ അമ്മ ഭയങ്കര പേടി, അമ്മ വിറച്ചുകൊണ്ടിരിക്കുന്നത്. അമ്മ എന്തെങ്കിലും ദോഷമുണ്ടോ എനിക്ക്, അതാണെന്നൊക്കെ എനിക്കൊണ്ട് ചോദിച്ചു. ഞാൻ പറഞ്ഞു അമ്മ ഒന്നുമില്ല അമ്മ, ചേര തീറ്റി പിടിക്കാൻ വന്നതല്ലേ. അത് തീറ്റി പിടിക്കാൻ വന്നപ്പോൾ അമ്മയുടെ ദേഹത്ത് അറിയാതെ വീണ് പോയതാണ്. അമ്മ അതിന് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല, അതിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ പറഞ്ഞ ധൈര്യം കൊടുക്കും. പിന്നെ അതുപോലെ പാമ്പ്, ഒരു വീട്ടിലൊരു പാമ്പ് വരുമ്പോൾ അവർ നമ്മളെ ബഹുമാനത്തോട് വിളിച്ചിട്ട് എന്തെങ്കിലും ദോഷമുണ്ടോ അസുഖങ്ങളുണ്ടാകാൻ വരുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ അവർക്ക് പറഞ്ഞു അങ്ങനെ നിങ്ങൾ പേടിക്കേണ്ട, ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറയുന്നത് അവരെ ബോധവൽക്കരിക്കാറുണ്ട്. അതായത് നല്ല രീതിയിൽ ബോധവൽക്കരിച്ച് മാറ്റിയെടുക്കാറുണ്ടെന്നുള്ളത്. എന്ന് വെച്ചാൽ പാമ്പിനെ എന്താ പറയുക, ഇന്നും ഒരുപാട് തന്നെ പല സ്ഥലത്ത് ചെല്ലുമ്പോഴും അങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ട്, പാമ്പ് വീട്ടിൽ വരുന്നത് ദുശകുനമാണ്, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന പല ആളുകളും ഇപ്പോഴുണ്ട്. പിന്നെ എനിക്ക് എന്താ പറയുക, കാല് തൊട്ട് എഴുതുന്ന ആൾക്കാരുണ്ട്, എന്നെ ആരതി തന്ന വീട്ടിലേക്ക് ക്ഷണിച്ച് വിളിച്ച ആൾക്കാർ, അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങളുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും എന്താ പറയുക, നമുക്ക് അതൊരു വലിയ പ്രാധാന്യമായിട്ട് തോന്നുന്നില്ല. നമ്മളൊക്കെ സാധാരണക്കാരല്ലേ, നമ്മൾ സാധാരണക്കാരാണ്. നമ്മൾ എന്താ പറയുക, പാമ്പിനെ സേവ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു വലിയ സംഭവമായിട്ട് കാണേണ്ട കാര്യമൊന്നുമില്ല. നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ്, മജ്ജയും മാംസമുള്ള മനുഷ്യന്മാർ തന്നെയാണ്. അപ്പോൾ അതിലൊരു വലിയ പ്രത്യേകതയൊന്നും ഞാൻ കാണുന്നില്ല, അവനൊന്നും ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. ബഹുമാനത്തോട് കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ ചേട്ടൻ്റെ ഒരു പ്രസൻസ് ഇല്ലാത്തതിനെ തുടർന്ന് ഒരു ഇഷ്യൂ ഉണ്ടായിട്ട് പിന്നീട് ഞാനവിടെ പോയിരുന്നെങ്കിൽ ആ ഒരു ജീവൻ നഷ്ടമാകില്ലായിരുന്നു എന്ന് തോന്നിയിട്ടുള്ള ഏതെങ്കിലും ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ടോ? ചേട്ടൻ്റെ ഒരു പ്രസൻസ് ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ആ ജീവൻ രക്ഷിക്കാൻ പറ്റിയേനെ എന്നുള്ള ഏതെങ്കിലും? ഇല്ല, 100 ഒരുപാട് കേസുകളുണ്ട്. ഒരു പാമ്പിനെ തല്ലിക്കൊന്ന് പാമ്പുകളുടെ ജീവൻ്റെ കാര്യം ഞാൻ അതിന് രണ്ടാമത് വരാം. പാമ്പുകളുടെ ജീവനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ എത്തുന്നതിന് മുന്നേ ഒരു 10 മിനിറ്റ് വൈകി അല്ലെങ്കിൽ വേറെ സ്ഥലത്ത് പാമ്പിനെ പിടിച്ചുകൊണ്ട് നിന്ന് എത്തിയില്ല, ആ സമയത്തൊക്കെ തല്ലിക്കൊന്ന് ഒരുപാട് കേസുകളുണ്ടായിട്ടുണ്ട്. അപ്പോൾ അപ്പോഴേക്കും എനിക്ക് വേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ 10 മിനിറ്റ് മുന്നേ പോയിരുന്നെങ്കിൽ അല്ലെങ്കിൽ അത് കിട്ടാത്ത സ്ഥലത്ത് പോയി നോക്കേണ്ട കാര്യമില്ലായിരുന്നു, അങ്ങനെ ചെന്നില്ല. പിന്നെ അതുപോലെ ആളുകളുടെ കേസിൽ നിങ്ങൾ എന്നെ ഇന്നലെ തൃശ്ശൂർ മരണപ്പെട്ട ആ മോൻ്റെ അജോയ് മോൻ്റെ വീട്ടിന് ആ കമൻസ് നിങ്ങളും ശ്രദ്ധിച്ചാൽ മതി. എന്തെങ്കിലും പറയുന്നതാണ്, വാവാ സുരേഷിനെ വിളിക്കുമോ, സുരേഷിനെ വിളിക്കുന്നത്. ഞാൻ കണ്ടുണ്ടായിരുന്നത് ഞാനും മറ്റു പാമ്പുപിടുത്തക്കാരെല്ലാം ഒരുപോലെ തന്നെയാണ്. പിന്നെ അവർക്ക് എന്നിലൊരു വിശ്വാസം ഉണ്ടായി തുടങ്ങി. ഞാൻ ഉണ്ടാക്കിയെടുത്തതല്ല, അവർക്ക് തോന്നി തന്നെ. ഞാൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, ഞാൻ ഓരോ സ്ഥലത്ത് ചെയ്യുന്ന പ്രത്യേകതകൾ കണ്ടിട്ട് അത് സുരേഷാകുമ്പോൾ അത് അങ്ങനെ ചെയ്തതിനെ ഇങ്ങനെ ചെയ്തതിനെ അങ്ങനെ നോക്കിയെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ അത്രയ്ക്ക് അവർക്ക് വേണ്ടി അങ്ങ് എൻ്റെ ശരീരം മനസ്സ് അവിടെ അർപ്പിക്കുകയാണ്. അപ്പോൾ അത്രയും കഷ്ടപ്പെടുകയാണ് ഞാൻ. മറ്റുള്ളവരൊന്ന് നോക്കിയിട്ട് അവിടെ നോക്കി ഇവിടെ നോക്കി അങ്ങനെ നോക്കി ഇങ്ങനെ നോക്കിയിട്ട് അങ്ങ് പോകും. പക്ഷേ ഞാൻ അവിടെ പോയി വെട്ടിക്കിളച്ച് പാറ പൊളിച്ച്. അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പം മുമ്പ് പല ചാനലുകളിൽ ഈ പാമ്പിൻ്റെ പ്രോഗ്രാംസ് ഞാൻ കണ്ടുകൊണ്ട് ചേട്ടൻ്റെ. അപ്പോൾ അതിലെനിക്ക് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെന്ന് അത്രയും എഫോർട്ട് എടുത്താണ്. ചിലർ വന്ന് നോക്കിയിട്ടാ ഇല്ല നിങ്ങൾ കണ്ടാൽ വിളിയുന്നതുകൊണ്ട് അവർ പോകും. അതേ സമയത്ത് ചേട്ടൻ അവിടെ പോയി എല്ലാം പറക്കി ഇളക്കി മാറ്റി സ്വന്തം വീട് കണക്ക് നോക്കി കണ്ടുപിടിച്ചിട്ട് അതിനെ കൊണ്ട് തിരിച്ചു പോകുന്നത്. അപ്പോൾ അതിൽ ആ ഒരു വിശ്വാസം എന്ന് പറഞ്ഞാൽ നമ്മൾ അവർക്ക് എന്നിലുണ്ടായതാണ്, ഞാൻ ഉണ്ടാക്കിയെടുത്തില്ല. നിങ്ങളെന്നെ വിശ്വസിക്കണം, നിങ്ങളെന്നെ സ്നേഹിക്കണം എന്ന് പറഞ്ഞെല്ലാം ഉണ്ട്. അവർ എന്നെ മനഃപൂർവ്വം നെഞ്ചിലേറ്റിയവരാണ്. അവരുടെ അടുത്തൊക്കെ ചെന്ന് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർ എന്താ പറയുക, അവർ തിരിച്ച് പ്രതികരിക്കും. ഇതിന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. കേരള സർക്കാരിൻ്റെ സംവിധാനത്തിൽ നടക്കുന്ന ഒരു ട്രെയിനിങ് പരിപാടിയുണ്ട്. ആ ട്രെയിനിങ് പരിപാടിയിലെല്ലാം എന്നെ അവഹേളിച്ചുകൊണ്ടാണ് ക്ലാസ് നടക്കുന്നത്. ലോകത്ത് എവിടെയെങ്കിലും നടക്കുമോ? എന്നെ അവഗണിച്ചുകൊണ്ട് എൻ്റെ ചിത്രം, എൻ്റെ ഫോട്ടോ കാണിച്ചുകൊണ്ട്. ഞാൻ ഒരിക്കലും അൻവർ എന്ന് പറയുന്ന പുള്ളിക്കാരനെ വിളിച്ച് പറഞ്ഞു, സാറേ എൻ്റെ ഫോട്ടോ നിങ്ങൾ കാണിക്കരുത്, നിങ്ങൾ വേറെ ആരെങ്കിലും ഫോട്ടോ കാണിക്കരുത് ഇല്ല എന്ന് പറഞ്ഞാണ് മുമ്പ് പണ്ടൊരിക്കൽ. ഇപ്പോൾ വീണ്ടും അതേപടി തന്നെ പുള്ളി അത്. അങ്ങനെ ഒരു സംഭവം അറിഞ്ഞെങ്കിൽ ചേട്ടൻ്റെ ഫോട്ടോയുടെ യൂസ് ചെയ്തതിന് പകരം ഒരു ഡിഫോമേഷൻ കേസോ അങ്ങനെ ലീഗലിയുള്ള കാര്യങ്ങളോട് മുന്നോട്ട് പോകാൻ പാടില്ല. ഞാൻ അങ്ങനെ ഇതായിട്ട് കണ്ട് ഞാനൊരു കേന്ദ്ര വൈൽഡ് ലൈഫ് മന്ത്രിക്ക് പരാതി കൊടുക്കാണ്ട് ഞാൻ ഡൽഹിയിൽ പോയതാണ്. പിന്നെ ഞാൻ ആലോചിച്ചത്, നമ്മൾ കാരണം മറ്റൊരാളുടെ ജോലി കളയാനോ മറ്റൊരാളുടെ ദ്രോഹിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്കൊരാളുടെ ജോലി കളഞ്ഞാൽ നമുക്ക് തിരിച്ച് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റില്ല. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരാണ് ആളാണ് ഞാൻ. മറ്റുള്ളവർ അങ്ങനെയല്ല, എങ്ങനെയെങ്കിലും വാവാ സുരേഷിനെ ഇല്ലാതാക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു ടീമാണ് വർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാമോ, ഈ കഴിഞ്ഞ മാസം നടന്നൊരു ക്ലാസ് എവിടെയാണ് നടന്നത്? നമ്മുടെ PTRൻ്റെ കീഴിൽ നമ്മുടെ ഗവിയിലോ വണ്ടിപ്പെരിയാറിലോ നടന്നൊരു ക്ലാസ്സിൽ ഈ ഒരു 3, 4, 5 പേര് ചേർന്ന് തീരുമാനിച്ചൊരു കാര്യം എന്താണെന്ന് അറിയാമോ? അവർ ഈ ഒരു ഓഫീസറും ഒരു 3 കർണാടക അല്ല ഇവിടെ കാസർഗോഡുള്ള ഒരു പയ്യൻ, തൃശ്ശൂരുള്ളൊരു പയ്യൻ, കണ്ണൂരുള്ളൊരു പയ്യൻ, അങ്ങനെ 6 പേര് ചേർന്ന് മാറി നിന്ന് സംസാരിച്ചൊരു കാര്യം എന്താണെന്ന് അറിയാമോ? ഈ പുതിയ മന്ത്രിസഭ വന്ന് ഇലക്ഷൻ കഴിഞ്ഞാൽ ഉടനെ വാവാ സുരേഷിനെ പൂട്ടണം. ഈ നടന്ന സംഭവമാണ്. ഇപ്പോൾ ഒരു മാസങ്ങൾക്ക് മുന്നേ നടന്ന സംഭവം നമ്മുടെ കേരളത്തിലാണ്. നമ്മൾ ചർച്ച ചെയ്തതിൽ ഒരാൾ ചർച്ച കേട്ടോണ്ടിരുന്ന ഒരാൾ അപ്പം സ്പോട്ടിൽ വിളിച്ചു പറഞ്ഞു, ചേട്ടാ ഇങ്ങനെ സംഭവം നടക്കുന്നത്. പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കും, ഈ ആൾക്കാരുടെ പേരും പറഞ്ഞു, ഇന്ന ആൾക്കാരാണ് ഉണ്ടായിരുന്നവരെ പറഞ്ഞു. സത്യം പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കും ഒരു പാമ്പ് പിടിക്കുന്ന ചെറിയൊരു പരിപാടിയല്ലേ, അതിന് വന്ന് പിടിച്ചിട്ട് പൊക്കോട്ടെ എന്ന് വിചാരിക്കും. പക്ഷേ ഈ ഒരു പാമ്പ് പിടുത്തത്തിന് പിന്നിൽ നടക്കുന്ന ഇത്രയേറെ വലിയ അഴിമതികളും ഇത്രയേറെ വലിയ കണ്ണിങ് ആയിട്ടുള്ള പ്ലാനിങ്ങുകളും അജണ്ടകളും ഒക്കെയാണ്. ഒരു മനുഷ്യനെതിരെയാണ് ഇത്രയും പേര് ഗൂഢമായിട്ട് നിൽക്കുന്നതെന്ന് ആലോചിക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വല്ലാത്തൊരു ഇതാണ് തോന്നുന്നത്. ഇതിനൊക്കെ ഞാൻ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് എന്നെ കണ്ടുകൂടാത്തത്. ഇപ്പോൾ ഇനി ഏതെങ്കിലും രീതിയിലുള്ള വധഭീഷണിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇവർ സൈഡിൽ നിന്ന്
എന്തെങ്കിലും ഉണ്ടായി? ഒരു ഭാഗത്ത് ഞാനൊന്നും മൈൻഡ് ചെയ്യാറില്ലെന്ന്. ഞാൻ സാധാരണ ഞാൻ ഡെയിലി നിത്യേന കുളിക്കും. അസുഖമില്ലെങ്കിൽ ഞാൻ വെന്റിലേറ്ററിലൊക്കെ നിത്യേന കുളിക്കാറുണ്ട്. കുളിക്കുമ്പോൾ ഞാൻ ടവൽ ഉപയോഗിക്കാറുണ്ട്. ടവലുകൊണ്ട് ഞാൻ ഇങ്ങനെ തല തോർത്താറുണ്ട്. തല തോർത്തുമ്പോൾ സമയത്ത് നമ്മുടെ ഈ മുടിയൊക്കെ ഇങ്ങനെ തോർത്തിൽ കൊഴിഞ്ഞു പോകാറുണ്ട്. ഞാൻ അതിനെ അങ്ങ് കുടഞ്ഞ് കളയാറില്ല, തിരിച്ചെടുത്ത് തലയിൽ വെക്കാൻ പോകാറില്ല. ആ രീതിയിലാണ് ഞാൻ ചിന്തിക്കുന്നത് ഈ പ്രതികരണങ്ങളെയൊക്കെ. അങ്ങനെ നമ്മൾ ചിന്തിക്കുക. പിന്നെ നമുക്ക് ജലദോഷം നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ പിടിച്ച് കളയാറില്ലോ, അത് മണ്ടേ കയറ്റി വെക്കാറുണ്ടോ? അങ്ങനെ ഇതിനെ കാണാവുന്നുള്ള ചിന്താഗതിക്കാരനാണ് ഞാൻ. അങ്ങനെ ഇനി ഇവർ അങ്ങ് എന്താ പറയുക, നമ്മൾ ഇത്ര നാൾ ഭൂമിയിൽ ജീവിക്കാമെന്ന് ഞാൻ പറഞ്ഞ് ഞാൻ ആർക്കും എഗ്രിമെൻ്റ് ഒന്നും കൊടുത്തിട്ടൊന്നുമില്ല, ആർക്കും വാക്കൊന്നും കൊടുത്തിട്ടൊന്നുമില്ല. ഞാൻ എൻ്റെ അമ്മയെ ആദ്യം ഞാൻ ബോധവൽക്കരിച്ചു. പണ്ട് പാമ്പ് പിടിക്കാൻ തുടങ്ങി എനിക്ക് ആദ്യത്തെ കടി കിട്ടിയ സമയത്ത് അമ്മയൊക്കെ പറഞ്ഞ് ഇനി ഇത് വേണ്ടതാണെന്നാണ് പറഞ്ഞ് ഞാൻ പറഞ്ഞു, അമ്മ ഞാൻ മരിച്ചാലും നിങ്ങൾക്ക് വേറെ 2 ആൺമക്കളുണ്ട്, അവർ നിങ്ങളെ പൊന്നുപോലെ നോക്കും, ഒരു പ്രശ്നമില്ല. ഞാൻ മരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയല്ലല്ലോ, നാടിന് വേണ്ടിയല്ലേ, ഒരു പ്രശ്നം ഞാൻ പോയാലും ഒരു പ്രശ്നം, നിങ്ങൾ ധൈര്യമായിട്ടിരിക്കണം, ഒരിക്കലും കരയരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അമ്മ ഇന്ന് വരെ എനിക്ക് ഇത്രയും സീരിയസ് ആയി കടി കിട്ടി കിടന്നിട്ട് ഇതുവരെ കരഞ്ഞായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ അവർ നന്നായിട്ട് ബോധവൽക്കരിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഒരിക്കലും നിങ്ങൾ കരയരുതെന്നാണ് ഞാൻ. പിന്നെ അനിയത്തിയൊക്കെ പറഞ്ഞെങ്കിലും അവർക്കൊക്കെ വിഷമമുണ്ട്, അവർക്ക് ചിലപ്പോൾ ചില സമയത്ത് കരയാറുണ്ട്. ഇങ്ങനെ ഇതാണ് എൻ്റെ ചിന്ത. ഞാൻ അവരെയൊക്കെ ആദ്യം ബോധവൽക്കരിച്ചു, നിങ്ങൾ ഒരിക്കലും നഷ്ടം വിചാരിക്കരുത്. നമ്മളിപ്പോൾ ഒരു പട്ടാളത്തുകാരനായിരുന്നു ഒരാൾ, എനിക്ക് പട്ടാളത്തുകാരനായി വെടിയേറ്റ് മരിക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. എനിക്ക് നടക്കാതെ പോയൊരു സ്വപ്നം അത് മാത്രമേ ഉള്ളൂ. ജീവിതത്തിൽ രാജ്യത്തിന് വേണ്ടി സേവനം ചെയ്ത് മരിക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അത് മാത്രമേ ഉള്ളൂ എനിക്ക് നടക്കാതെ പോയി. പക്ഷേ അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, ഇങ്ങനെയായിരുന്നു എൻ്റെ ആഗ്രഹം, നടന്നില്ലല്ലോ, ഇതല്ലേ നടക്കും, ഇതെങ്കിലും നല്ലത് നടക്കട്ടെ, എന്നെ ഞാൻ വിയോഗപ്പെട്ടാൽ നിങ്ങൾ കരയരുതെന്ന് ഞാൻ അമ്മയെ ആദ്യം ബോധവൽക്കരിച്ചു. അത് അമ്മ ഇതുവരെ പാലിച്ചിട്ടുണ്ടെന്നുള്ള, ഇതുവരെ ഒരു പ്രശ്നമില്ലാതെ.